ബാഹുലേട്ടൻ ഇങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ മെസ്സേജ് ചോദിച്ചു, ചേട്ടാ ഇസ് ദർ എനി മൂവി ദാറ്റ് റിസംബിൾസ് അവർ മൂവി സോ ദാറ്റ് ഐ ക്യാൻ വാച്ച്. ഞാൻ നോക്കിയിട്ട് അപ്പൊ എനിക്കൊരു ഐഡിയ കിട്ടും ഇങ്ങനെ ആയിരിക്കും സിനിമ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പൊ എനിക്ക് പുള്ളി അയച്ചൊരു മെസ്സേജ് ഭയങ്കര അടിപൊളി മെസ്സേജ്. അപ്പൊ എനിക്ക് അയച്ചു, എടാ ലെറ്റ്സ് ട്രൈ ടു ക്രിയേറ്റ് സംതിങ് ദാറ്റ് റിസംബിൾസ് നത്തിങ്. ചിലപ്പോൾ ഇപ്പം പാരറ്റ് ആൻഡ് വൂണ്ട് എന്നായിരിക്കും നമ്മൾ എഴുതുക. അപ്പൊ പാരറ്റ് ആൻഡ് വൂണ്ട് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമുക്ക് പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഡബ് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറെ മാജിക് നമ്മൾ ആ സമയത്ത് ചെയ്തിട്ടാണ് ഈ സാധനം ചെയ്തത്. പക്ഷെ എന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു സാധനമാണത്. ഇപ്പൊ ഞാൻ ഡിജിറ്റൽ ഇങ്ങനെ കാക്കണുണ്ട്, കുറച്ച് സുന്ദരമായിട്ട് ഇങ്ങനെ മുടി വെച്ചാല എന്താണ് അവര് സംസാരിക്കണെന്നുള്ളതിന്റെ 100% ക്ലാരിറ്റി ഉള്ളവരോടാണ് ഭാഗ്യവശാൽ വർക്ക് ചെയ്യാൻ എനിക്ക് വരെ പറ്റിയിട്ടുള്ളത്. ഇനി ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് ഞാൻ മനുഷ്യന്റെ അടുത്തോട്ട് പറയാം. അപ്പൊ എപ്പോഴും എനിക്ക് രണ്ടാമത് പോകാനാണ് ഇപ്പൊ കൂടുതൽ ഇഷ്ടം. ഒന്നായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇറങ്ങിപ്പോന്ന് അറിയത്തില്ല. റോക്കി ബൈനൊക്കെ കണ്ടപ്പോ കൊള്ളാലാ, താങ്കളെക്കാൾ സൂപ്പറാ തമിഴ് പേസു എന്ന് പറയുമ്പോ തന്നെ നരേഞ്ചേട്ടൻ പറയും, നീ ആദ്യം മുതലേ തമിഴ് പേസ. സന്ദീപ് പ്രദീപാണ് ക്യൂ സ്റ്റുഡിയോയില്. സന്ദീപ്, സ്വാഗതം. കൺഗ്രാറ്റ്സ്. താങ്ക് യു. നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള ഇന്റർവ്യൂല് സന്ദീപ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് കമേഴ്ഷ്യൽ സക്സസ് ആയിട്ടുള്ള സിനിമയുടെ എനിക്ക് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുള്ള റീലാണ്. കമേഴ്ഷ്യൽ സക്സസ് ഉള്ള സിനിമയുടെ ഒപ്പം തന്നെ ക്രാഫ്റ്റ് ഉള്ള ഇമ്പാക്റ്റ് ഉള്ള സിനിമ ചെയ്യണം എന്നുള്ളത്. ശരിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ലീഡ് ആക്ടറിലേക്കുള്ള ഒരു എൻട്രി പോയിന്റിൽ നിന്നാണ് കഴിഞ്ഞ ഇന്റർവ്യൂ ഉണ്ടാകുന്നത്. ഇപ്പോ സന്ദീപിനെ വെച്ചിട്ട് ഒരുപാട് പടങ്ങൾ ആലോചിക്കുന്ന മലയാളത്തിലെ പുതുതലമുറയിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടർ, നായക താരം എന്നുള്ള നിലയ്ക്ക് കൂടി ആളുകൾ പ്രതീക്ഷ അർപ്പിച്ചു തുടങ്ങി ഇൻഡസ്ട്രി എന്നുള്ളത്. എന്താണ് ഒരു ആഫ്റ്റർ എക്കോ, ടേക്ക് അവേ, അതിന്റെ ഹാപ്പിനെസ്? ഞാൻ എന്താ പറയാ, നമ്മൾ റിസപ്ഷൻ പ്രതീക്ഷിച്ചു. കാര്യം ഇതൊരു മനീഷേട്ടൻ പറഞ്ഞ പോലെ ഒരു ക്രാഫ്റ്റ് ഉള്ള സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ കൊമേഴ്ഷ്യൽ ഫാക്ടർ നമുക്ക് ഒരിക്കലും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഇത് ഇന്ന ഓഡിയൻസിന് വർക്കാവും, ഇന്ന ടയർ ഓഫ് ഓഡിയൻസിന് കയറാൻ ഒരു ഏകദേശം ഒരു ഗ്യാരണ്ടി നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ സബ്ജക്റ്റ് ഒന്ന് ബാഹുലേട്ടൻ എഴുതി വെച്ചേക്കുന്ന രീതി, അത് പുതിയ ഒരു രീതിയാണ്. അതെല്ലാവർക്കും മനസ്സിലാകുമോ എന്നുള്ള കാര്യം ഫസ്റ്റ് എൻ്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അത് മനസ്സിലാവുകയാണെങ്കിൽ അത് എത്രത്തോളം ഓഡിയൻസിന് മനസ്സിലാവും, അതിന്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും, ആ പെർസെൻറ്റേജ് എത്രയാണോ അത് നമ്മുടെ സക്സസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് ആയിരിക്കും, ഐ മീൻ കൊമേഴ്ഷ്യൽ ഫാക്ടറിൽ. അപ്പൊ ഈ വക കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്രാഫ്റ്റിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പ്ലേസ് ആവുന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഓൾറെഡി ഉണ്ട്. അപ്പം ഞാൻ എന്താ പറയാ, ഇത് തുടങ്ങുന്നതിന് മുന്നേ, അപ്പം ഈ പടക്കളം കഴിഞ്ഞിട്ട് ശേഷമാണ് എനിക്കിത് വരുന്നത്, എനിക്ക് എക്കോ വരുന്നത്. പക്ഷെ റിലീസായിട്ടുണ്ടായിരുന്നില്ല. ആലപ്പുഴ ജിംഖാനയും പടക്കളം റിലീസായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്ട് വന്നപ്പോൾ ഞാനും ചിന്തിച്ചത്, ഇപ്പൊ ഇൻ കേസ് പടക്കളം നല്ല രീതിയിൽ വർക്ക് ആവുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആയിരിക്കണ്ടേ അടുത്തത് പ്ലേസ് ചെയ്യേണ്ടത്. കുറച്ചും കൂടെ കാര്യം അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസപ്ഷൻ കുറച്ചും കൂടെ ഒരു മാസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് അതൊക്കെ ആയിരിക്കും. അപ്പൊ അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സിനിമ പ്ലേസ് ചെയ്യുമ്പോഴാണല്ലോ അതിന്റെ ഒരു എലവേഷൻ ബാങ്കബിലിറ്റിയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ അടുത്ത് 1-2 പറയുകയും ചെയ്തു, അതിങ്ങനെ എക്കോ എന്ന് പറഞ്ഞ സിനിമയാണ്, ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഒരു ക്ലാസ് പരിപാടിയാണ് എന്ന് പറഞ്ഞപ്പോൾ മാസം പരിപാടിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. മാസം അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല, പക്ഷെ ഒരു ബാഹുലേട്ടന്റെ സ്ക്രിപ്റ്റ് അറിയാലോ, കിഷ്കിനാണ് അറിയാം. അപ്പൊ ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ ഒരു കൊമേഴ്ഷ്യൽ പടം പിടിച്ചാൽ പോരെ, ഒരു വൈബ് പടം. അത് പറഞ്ഞപ്പോ അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയൊരു ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എന്താ പറയാ, ഒരു സ്റ്റാർ എന്നുള്ളതിനേക്കാളും ഇപ്പം മലയാളത്തിൽ കുറച്ചും കൂടെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ഏർലി സ്റ്റേജിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടെ ആൾക്കാർ നമ്മളെ സ്വീകരിക്കാനുള്ള ഒരു കാര്യം കൂടുതലായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാര്യം ഓക്കെ ചെറുക്കൻ ഫ്ലൂക്കല്ല, ഒന്ന് അഭിനയിക്കാനൊക്കെ അറിയാം എന്ന് കാണിക്കുന്ന ഒരു സ്റ്റോറിയിൽ പോലെ ഒരു പോർട്ട്ഫോളിയോ ആണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള. ഇനിയാണെങ്കിലും നമുക്ക് ആ ഒരു സ്വീകാര്യത നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എക്സ്പെരിമെന്റ് ചെയ്യാം. നമുക്ക് പിന്നീടാണെങ്കിലും കൊമേഴ്ഷ്യലിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു റിസീവ് ചെയ്യുന്ന ഒരു മനസ്സ് കുറച്ചും കൂടെ ബ്രോഡാവും എന്നെനിക്ക് തോന്നി. അപ്പൊ അതൊരു റീസൺ. പിന്നെ രണ്ടാമത്തെ റീസൺ, ഞാൻ പടക്കളം ഞാൻ ഷൂട്ടിന്റെ ഇടയിൽ പോയി കണ്ട സിനിമയാണ് കിഷ്കിന്ധാ. അപ്പൊ അത്രയും വലിയൊരു ഓഡിയൻസ്, അത് എൻ്റെ ഒരു ഓർമ്മയിൽ അതിന് ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. ആ സിനിമ വന്നതിന് ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ ഹൈപ്പിലേക്ക് പോവുകയും
ഞാൻ ആ സമയത്ത് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെറ്റിലേക്ക് ഈ സിനിമേനെ കാര്യങ്ങൾ ട്രാവൽ ചെയ്യുകയും അത് എന്നെ ഷൂട്ടിന്റെ ഇടയിൽ ഞാൻ പോയി കാണാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ മൗത്ത് പബ്ലിസിറ്റി വർക്ക് ആയതുകൊണ്ടാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മളൊരു ക്രാഫ്റ്റ് നല്ലൊരു ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യം എല്ലാവർക്കും വർക്കാവും എന്നുള്ളൊരു ഓർഗാനിക് സക്സസ് ആണല്ലോ. അതെ, അപ്പൊ അത് വർക്കാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഈ ടീമിനെ ഞാൻ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. ഒന്ന് ബാഹുലേട്ടന്റെ, രഞ്ജിത്തേട്ടനാണെങ്കിലും മുജീബിക്കാണെങ്കിലും എല്ലാവരും. അപ്പോൾ ഞാൻ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ടീം ആണ്. കാര്യം ആ ഒരു ഒറ്റ വർക്ക് മതി നമുക്ക് ആ ഒരു ട്രസ്റ്റ് കൊണ്ടുവരാൻ. അപ്പൊ അങ്ങനെ ഈ 3 റീസൺ ആണ് ശരിക്കും എന്നെ എക്കോയിലേക്ക് അത്രയും അട്രാക്ട് ചെയ്യിച്ചത്. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ കഥ കേൾക്കാൻ പോകുമ്പോൾ ബാഹുലേട്ടന്റെ അപ്രോച്ച് അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര റിസീവ് ചെയ്യുന്ന രീതിയിലായിരുന്നു. അവർ ഓൾറെഡി അന്ന് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞപ്പോ പറയില്ല, അന്താക്ഷരി കണ്ടിട്ട് അന്താക്ഷരിയില് അല്ലെ ആദ്യമായിട്ടൊരു ക്ലോസ് ഷോട്ട് കിട്ടിയ അല്ല ക്ലോസ് അപ്പ് അതെ അന്താക്ഷരി കണ്ടിട്ട് ഒരാളെ ട്രസ്റ്റ് ചെയ്യുന്നു, തിരിച്ചും ട്രസ്റ്റ് ചെയ്തു ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ എനിക്ക് പക്ഷെ എന്നിൽ തന്ന ട്രസ്റ്റിനേക്കാൾ ട്രസ്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചാലേ മനസ്സിലാവുള്ളൂ, എനിക്കിത് പറഞ്ഞുതരാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ച എന്താ പറഞ്ഞുതരാൻ അറിഞ്ഞൂടാത്ത എന്നുള്ളൊരു സാധനം എന്റെ മൈൻഡിൽ വന്നു. പിന്നെ ഞാനിത് വായിച്ച് കഴിഞ്ഞ് അതിന്റെ ഒരു മിസ്റ്ററി പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇത് പറയുന്ന ആൾക്ക് ചിലപ്പോ നമ്മൾ ഊഹിക്കുന്ന തലങ്ങൾ ചിന്തിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ വായിക്കുമ്പോ ഞാൻ ഓക്കെ ഇവിടെ എത്തി, ഇത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ എന്റെ ഒരു മൈൻഡ് ഭാവനയിലും വർക്ക് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ മനീഷേട്ടൻ ഇപ്പൊ എന്റെ അടുത്തൊരു കാര്യം ബ്ലാൻഡ്ലി പറയുമ്പോ ഞാൻ അത് മാത്രം ഫിക്സേറ്റ് ചെയ്യുക, ഇതാണ് സംഭവം എന്ന് ഞാൻ എന്റെ മൈൻഡിൽ കയറി. ആ ഒരു ഇമാജിനേറ്റീവ് വേൾഡിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പ്രേക്ഷകൻ ട്രാവൽ ചെയ്യുക എന്നുള്ളത് എക്സ്പെരിമെന്റ് ചെയ്യാനാണ് അദ്ദേഹം ഈ സ്ക്രിപ്റ്റ് കൊടുക്കുന്നതെന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി. അല്ലാതെ അദ്ദേഹത്തിന് പറയാൻ അറിഞ്ഞൂടാത്തല്ല, പ്രത്യേകിച്ച് ബാഹുല് സംസാരിക്കാൻ തുടങ്ങി അങ്ങ് സംസാരിക്കും പുള്ളി. അപ്പൊ അതെനിക്ക് മനസ്സിലായി. അപ്പൊ അവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു വിഷൻ അപ്പത്തൊട്ടുണ്ട്. ഒരു ആക്ടറിനെ ഓൺബോർഡ് ചെയ്യുന്ന സമയം തൊട്ട് തന്നെ എങ്ങനെയായിരിക്കണം അവരുടെ സിനിമ ഫീഡ് ആവേണ്ടത്, ഒരാളുടെ ബ്രെയിനിലേക്ക് ഫീഡ് ആവേണ്ടത് എന്നുള്ളതിന്റെ ഒരു സാധനം ഞാൻ കണ്ടു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒബ്വിയസ്ലി സ്ക്രിപ്റ്റ് വായിച്ചാൽ വീഴാത്ത ആരും ഇല്ലാതെ വായിച്ചപ്പോ ഇത് കൊള്ളാം. എനിക്ക് ലാസ്റ്റ് ഒക്കെ ആ ഗൂസ് ബംസ് വന്ന ആ പട്ടിയുടെ സീൻസും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോ തന്നെ ഭയങ്കര ഫിയേഴ്സ്ഫുള്ളി നമ്മളെ സീനിൽ കാണുന്ന സാധനമില്ലേ അതേപോലെ വാക്കുകൾ എഴുതും പുള്ളി. അതെങ്ങനെ ഞാൻ ചില വാക്കുകളൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല മലയാളത്തിൽ, ഇങ്ങനെയൊക്കെ ഒരു വാക്കുണ്ടെന്ന് പോലും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്ത് ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഇതാണ് ഇതിന്റെ അർത്ഥം, ഇങ്ങനെ ഒരു ആങ്കർ, ഇങ്ങനെ അതിന്റെ ഒരു സിനോണിം ആണ് എന്ന രീതിയിൽ പറയാം. അപ്പൊ അത്രയും എലാബറേറ്റ് ആയിട്ട് നമുക്ക് ആ വിഷൻ മനസ്സിൽ കിട്ടുന്ന രീതിയിലാണ് ബാഹുലേട്ടന്റെ സ്ക്രീൻ പ്ലേ. അത് വായിക്കുമ്പോൾ തന്നെ ഇംപ്രസ് ആവാതെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ശരിക്കും ചിന്തിച്ചിട്ട് പോലുമല്ലോ, ഞാൻ വായിച്ചിട്ട് അപ്പൊ തന്നെ പൊളിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഓൺബോർഡ് ചെയ്ത സിനിമയാണ് എക്കോ. സന്ദീപിന്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരാള് സന്ദീപിന്റെ ഈ പറഞ്ഞ ജീവിതകാലത്തിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്തതും പരിചയമില്ലാത്തതുമായ ഒരു കാലഘട്ടത്തെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. പിയൂസിനെ നമ്മൾ കാണുന്ന സമയത്ത് ജീപ്പിലേക്ക് ഇറങ്ങുന്നു, അയാൾ പോകുന്നു, നമുക്കറിയില്ല ഇത് കാട്ടിലേക്കാണോ, കാടിന് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പം അയാളുടെ ആ യാത്രയിൽ അയാളെ ക്യാമറ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കാട് അനാവരണം ചെയ്ത് അതിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ കാണുന്ന പിയൂസ് ചിലപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം അവിടെ അഭിനയിക്കാൻ വന്ന സന്ദീപ് പ്രദീപാണ്. പക്ഷെ പ്രേക്ഷകർക്ക് വളരെ പെട്ടെന്ന് പിടികിടുന്നത് ഇയാള് വളരെ ചിരപരിചിതനാണ് അവിടത്തേക്ക് കാടനക്കവും മേലകളും എല്ലാം. അതായത് അവിടെ ഹൃദയസ്ഥമായിട്ടുള്ള ഒരാളെ പോലെ ആവുന്നു, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് പോകുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അയാളുടെ ബാക്ക് സ്റ്റോറിയൊക്കെ ഉള്ള ഇത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളെ പോലെ ആ പെർഫോമൻസ് അത്രയും കൺവിൻസ്ഡ് ആവുകയാണല്ലോ. ശരിക്കും എങ്ങനെയാണ് അതിനെ ഈ പറയുന്ന പിയൂസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഉള്ളൊരു കൺവിക്ഷനും അതിലെ പെർഫോമൻസിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? നറേറ്റീവ് ബാഹുലേട്ടൻ പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ നമുക്കിത് പിയൂസ് ഞാൻ ചോദിച്ചു ഇതെങ്ങനെയൊക്കെ ആയിരിക്കും പിയൂസ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ മലയോരത്തിൽ നീ വളർന്ന് ജീവിച്ച അല്ലെങ്കിൽ ഒരാളെ പോലെ നീ പെരുമാറേണ്ടത്. പക്ഷെ എനിക്ക് ആ പരിചയമില്ല, ഞാൻ ഇങ്ങനെ മലയോരത്ത് അപ്പൊ ഞാനത് അതെ. അപ്പൊ എൻ്റെ അടുത്ത് ബാഹുലേട്ടൻ പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മളത് അവിടെ നീ ചെല്ലുമ്പോ നീ അത് ചെയ്തോളും, അത് എനിക്കത് അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കണം അതെങ്ങനെ പുള്ളിക്കറിയാം, എനിക്കറിയില്ലല്ലോ അത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഞാൻ ആലോചിച്ചു ചിലപ്പോ വരുമായിരിക്കും കേട്ടോ, ആ സമയം ആകുമ്പോഴേക്കും വരുമായിരിക്കും. പിന്നെ ഇതിന്റെ എനിക്ക് പറയേണ്ട ഒരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ ഞാൻ സ്ക്രിപ്റ്റ് കേട്ടു, അത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇതിനെ പ്രോസസ് ചെയ്യുക, ഇത് എങ്ങനെയായിരിക്കും സിനിമയുടെ മേക്കിംഗ്, ഇതെങ്ങനെയായിരിക്കും കാര്യം. ഇത് വേണമെങ്കിൽ നമുക്കൊരു കട്ട ഡ്രാമ ആയിട്ട് നമുക്ക് എടുക്കാം, പ്രോപ്പർ ഡ്രാമ, ഡയലോഗ് ഡെലിവറി. പക്ഷെ ഇത് സിനിമാറ്റിക് ആണല്ലോ, കുറച്ച് ചാർജ് ഡോളി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് ഇവർ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ ബാഹുലേട്ടൻ ഇങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ മെസ്സേജ് ചോദിച്ചു,
ചേട്ടാ ഇസ് ദർ എനി മൂവി ദാറ്റ് റിസംബിൾസ് അവർ മൂവി സോ ദാറ്റ് ഐ ക്യാൻ വാച്ച്. ഞാൻ നോക്കിയിട്ട് അപ്പൊ എനിക്കൊരു ഐഡിയ കിട്ടും ഇങ്ങനെ ആയിരിക്കും സിനിമ ചെയ്യാൻ പോകുന്നതെന്നുള്ള. അപ്പൊ എനിക്ക് പുള്ളി അയച്ചൊരു മെസ്സേജ്, ഭയങ്കര അടിപൊളി മെസ്സേജ്. അപ്പൊ എനിക്ക് അയച്ചു, എടാ ലെറ്റ്സ് ട്രൈ ടു ക്രിയേറ്റ് സംതിങ് ദാറ്റ് റിസംബിൾസ് നത്തിങ് എന്ന് പറഞ്ഞ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ അതിൽ ഞാൻ വീണ്. അപ്പൊ എനിക്കും ആ നത്തിങ്നെസ് എന്ന് പറയുന്ന സാധനം പുള്ളി എങ്ങനെ ചെയ്യാൻ പോണെന്ന് പുള്ളിക്ക് അറിയില്ല. നമ്മള് ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കണം. അപ്പൊ അത് ഒറിജിനൽ അതെന്താണോ വരുന്നത് അത് അവിടെ ആ സമയത്ത് അത് വരുവടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ആ ഒരു ലൈനാണ് എന്റെ ഞാൻ ഇന്നായി. അപ്പൊ ഞാൻ അതിലേക്ക് എന്റെ ക്യാരക്ടർ ഇന്നാക്കി. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എന്താണ് അവിടെ ചെയ്യാൻ പോണെന്ന് എനിക്കും അറിയത്തില്ല, ലെറ്റ്സ് ട്രൈ ടു ക്രിയേറ്റ് സംതിങ് ന്യൂ. അവിടെ ചെല്ലുമ്പോ തോന്നുകയാണ് ഓക്കെ മലയോരത്തിലെ ആള് ഇങ്ങനെ ആയിരിക്കാം ചിലപ്പോ പെരുമാറണേ എന്ന് പറഞ്ഞ് എന്റെ സ്വന്തമായിട്ട് ഞാൻ എന്തെങ്കിലും കൈന്നിട്ട് തുടങ്ങാം. അത് പിന്നെ അവര് റിഫൈൻ ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസത്തിൽ തുടങ്ങിയതാണ് ആക്ച്വലി. ശരിക്കും ഇത് ഓവർ തിങ്ക് ചെയ്യുകയോ ഇതിനെക്കുറിച്ച് ഒരു പ്ലാൻ ഞാൻ നടത്തിയിട്ടില്ല. എനിക്ക് കാര്യം ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് പോയാൽ ചിലപ്പോൾ അത് ടെക്നിക്കൽ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ അയാൾ അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ പെരുമാറും, മലയോരക്കാര് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചില അവര് കോൺഷ്യസ് അല്ലല്ലോ. അപ്പൊ അവിടെ ജീവിച്ച് വളർന്നവര് അവരവിടെ ജീവിക്കുക. അവിടുത്തെ ടെറൈൻ ചിലപ്പോൾ ഒരു കല്ല് വരുമ്പോ ചിലപ്പോൾ തട്ടിയിടും, ചിലപ്പോൾ ചാടിപ്പോവായിരിക്കും. അതവിടെ കല്ലുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് നാച്ചുറലി. പക്ഷെ നമ്മൾ സിറ്റി ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മളത് ചിന്തിക്കില്ല, കാര്യം ഇവിടെ ആ ആംബിയൻസ് ഇല്ല. അപ്പൊ നാച്ചുറലി ആ ആംബിയൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ആംബിയൻസിനോട് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇടവഴി പോകും. ഇപ്പൊ അതിൽ ഞാൻ നടന്ന് ലാസ്റ്റ് വെള്ളം കോരിയിട്ട് തിരിച്ച് നടന്നു എന്നൊരു ഷോട്ട്, ഞാനാണെന്ന് അറിഞ്ഞതിന് ശേഷം മണ്ണിൽ തിരിച്ചു വരുന്ന ഒരു ഷോട്ടാണ്. വെള്ളം അവിടെ പോയി സിഗരറ്റൊക്കെ വലിച്ചു വരുന്നത്. അപ്പൊ ബാഹുലേട്ടന് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ ഇവിടെ ഒരു ഇല ഇങ്ങനെ ഒരു ഫേസിനോട് ചേർന്ന് തരും. അപ്പൊ ഞാനിങ്ങനെ നടന്നു വന്നപ്പോ ഒരു ഇല, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ തല ഇങ്ങനെ ചാരിയിട്ട് സിമ്പിൾ ആയിട്ട് പോയി. അപ്പൊ അത് ബാഹുലേട്ടൻ എടുത്തോടാ, നീ ആ ഇലയുടെ ഇങ്ങനെ പോയത് ഭയങ്കര കൂളായിട്ട് പോയപ്പോ കുറച്ചും കൂടെ നീ ആ ഒരു കൂളായി, ഒന്നും വിഷയമില്ല എന്നുള്ള ഒരു രീതിയിൽ നിനക്ക് അത് കിട്ടിയെന്നു. പക്ഷെ ഞാൻ ആക്ച്വലി അത് ഡെലിവറി ചെയ്തതല്ല. ഞാൻ നടന്നു വന്നപ്പോ ഒരു ഇല വന്നു, അപ്പൊ ഞാൻ സാധാരണ പോലെ പോയതാ. അപ്പൊ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് ക്യാരക്ടറിലേക്ക് ആഡ് ഓൺ ആയി. അപ്പൊ ആ ഒരു എൻവയോൺമെന്റിൽ പോകുമ്പോൾ നാച്ചുറലി നമ്മള് ആ ഒരു ഇതായിട്ട് സെറ്റ് ആകും. ആ ടെറൈനും അതിന്റെ കാലാവസ്ഥയായിട്ട് നമ്മൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാണ്. അതെ, അത്ര ഞാൻ ശരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് പോയാൽ ചിലപ്പോൾ ടെക്നിക്കൽ ആവുമെന്ന് എനിക്ക് തന്നെ തോന്നി. കാര്യം ആ ലൈൻ ഉണ്ടല്ലോ, ലെറ്റ്സ് ക്രിയേറ്റ് സംതിങ് ന്യൂ. അപ്പൊ പഠിച്ചിട്ട് പോയാൽ അത് ന്യൂ അല്ലല്ലോ, കാര്യം ഞാൻ പഠിച്ച സാധനം റെപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പൊ അവിടെ വരുന്നത് എന്താണോ അത് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിൽ പോയിട്ടാണ് സംഭവിച്ചത്. ആക്ച്വലി മാത്തിച്ചെടുത്തി ചെയ്ത ക്യാരക്ടർ അവരൊരു നോൺ മലയാളിയാണ്. അവര് സ്പോട്ടിൽ ചിലപ്പം ഒരിക്കലും മലയാളത്തിലല്ല പറയുന്നത്. ഇപ്പൊ കോ ആക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സമയം സന്ദീപ് ഡയലോഗിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അവരുമായിട്ടാണ്. തിരിച്ചു വരുന്ന ഡയലോഗ് ആക്ച്വൽ ഈ പറയുന്ന ഇത്രയും സ്വാഭാവികമായിട്ടുള്ള ഡയലോഗ് പെർഫോമൻസ് എക്സലന്റ് ആയിരുന്നു എന്നുള്ളത്. ഇവിടെ ഈ പറയുന്ന ആ കോമ്പിനേഷനിൽ പെർഫോമൻസിൽ സ്വാഭാവികത കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു താരതമ്യേന പുതിയൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക്കാണ്. ഞാനതാ പറയുന്നത്, ചെറിയ സമയത്തിനുള്ളിൽ അങ്ങനെ എക്സൈറ്റിക്കുന്ന ഒരു ആക്ടറായിട്ട് സന്ദീപ് മാറിയെന്ന് തോന്നിയോണ്ടോ ചോദിക്കുന്നത്. ഈ സംഗതികളൊക്കെ വളരെ കൂളായിട്ട് അങ്ങനെ പറഞ്ഞു. അതിനപ്പുറത്ത് ഒരു കാര്യം ചോദിക്കാവുന്നത് അവിടുത്തെ ക്ലൈമറ്റ്. അപ്പം എല്ലാവരും ഷാഫി അടക്കമുള്ള എല്ലാവരും പറയുന്നത് ഇത്ര പ്രതികൂലാവസ്ഥ ഒരു പിടുത്തമില്ല, മഴ പെയ്യോ കാറ്റടിക്കോ എന്നുള്ള ഒരു പിടുത്തമില്ലാത്ത ക്ലൈമറ്റ്. അവിടെ പിയൂസ് വളരെ, അതായത് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് പോകുന്ന ഒരാളല്ല, പിയൂസ് അവിടെ തന്നെയുള്ള ഇതൊന്നും മാനിക്കാത്ത ഒരാളായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. ക്ലൈമറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവും, കാട് പോലത്തെ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ട്. ഇത് മാനേജ് ചെയ്തിട്ട് അതേസമയം തന്നെ ഈ ക്യാരക്ടറിന്റെ കൺസിസ്റ്റൻസിയും ഈ ഗ്രാഫും കീപ്പ് ചെയ്യണം എന്നുള്ളത്. അതിന് ഏറ്റവും കയറ്റിറക്കങ്ങളുള്ളത് ഇയാൾക്ക് മാത്രമാണല്ലോ. അതെങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത്? സത്യത്തിൽ പറഞ്ഞ എനിക്ക് അറിയില്ല. ഞാൻ ഈ ക്യാരക്ടർ ഇപ്പൊ എന്താ പറയുക, നാത്തിച്ചേട്ടത്തിയുടെ ഓപ്പോസിറ്റ് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ചേട്ടത്തി ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മൾ, അതായത് ചിലപ്പോ ഇപ്പം പാരറ്റ് ആൻഡ് വൂണ്ട് എന്നായിരിക്കും നമ്മൾ എഴുതുക. അപ്പൊ പാരറ്റ് ആൻഡ് വൂണ്ട് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമുക്ക് പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഡബ് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറെ മാജിക് നമ്മൾ ആ സമയത്ത് ചെയ്തിട്ടാണ് ഈ സാധനം ചെയ്തത്. പക്ഷെ ഇതിലെനിക്ക് ഒരു പ്ലസ് പോയിന്റ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി ഇപ്പൊ ആലപ്പുഴ ജിംഖാനയാണെങ്കിലും ഫാലിമിയിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളിലാണെങ്കിലും എനിക്ക് ബിഹേവ് ചെയ്താൽ മതി, ക്യാരക്ടർ അഡാപ്റ്റ് ചെയ്യുക, എന്റെ രീതിയിൽ ഡയലോഗ്സ് എനിക്ക് പറയാം. ഇപ്പൊ ആലപ്പുഴ ജിംഖാനയിൽ എനിക്കൊരു ഭൂരിഭാഗം ഡയലോഗും ചിലപ്പോ റൊമാനിക്ക വന്ന് പറയും, സന്ദീപേ ഇതാണ് സീൻ, കഴിഞ്ഞിട്ടോ പൊളിച്ചോ എന്ന് പറഞ്ഞിട്ട് പോലുള്ള ഫ്രീഡം അല്ലെങ്കിൽ ലിബർട്ടി എനിക്ക് വേർഷൻ നമുക്ക് ഇടാം. ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ആ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് പ്ലേ ചെയ്യാം. അങ്ങനെയുള്ളപ്പോ എനിക്ക് ചിലപ്പോ കോ ആക്ടേഴ്സ് ഇങ്ങനത്തെ ട്രിക്സ് വന്നാൽ ചിലപ്പോൾ എനിക്ക് ഗീവ് ആൻഡ് ടേക്ക് കൊടുക്കാൻ പറ്റില്ല. കാര്യം അവര് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായാലല്ലേ എനിക്ക് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ പൊട്ടൻഷ്യൽ കുറയും. പക്ഷെ ഈ സിനിമയിലേക്ക് വന്നപ്പോ
നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. കാര്യം അത് ബാഹുലേട്ടൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പുള്ളിയുടെ ഒരു പിടിവാശി എനിക്കത് ഗുണമായി എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ പുള്ളിക്ക് ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. പുള്ളി എങ്ങനെയാണോ പറയുന്നത് അങ്ങനെ തന്നെ പറയാം. ഇപ്പൊ ഞാൻ നോർമലി പറയുന്ന ഒരാൾ രീതി പറഞ്ഞാൽ പുള്ളി അത് മാറ്റും. എടാ ഇത് കേട്ടിട്ടുണ്ട്, ഇത് എപ്പോഴും പറയുന്ന ഒരാളുടെ വായിന്ന് കേട്ടിട്ടുണ്ട്, നീ അതുകൊണ്ട് ഇതെടുത്ത് ഈ വാക്കെടുത്ത് ഇപ്പുറത്തിട്ടൊന്ന് പറഞ്ഞു വയ്ക്കേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിപ്പിക്കുന്ന ഒരാളാണ് ബാബുലേട്ടൻ. സോ എനിക്ക് ഓൾറെഡി ഞാൻ എന്താ പറയാൻ പോണെന്നും എന്താ ഇമോഷൻ എന്നുള്ളതും ഞാൻ സെറ്റ് ആയിട്ടാ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ കാര്യങ്ങൾ പ്ലേ ചെയ്താൽ മതി എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു പോസിറ്റീവായിട്ട് വന്നു. ഇപ്പൊ ഇൻ കേസ് മാത്തിച്ചേട്ട് ഇത് പറയുന്ന ഒരു ഡയലോഗിൽ നിന്നുള്ളൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ് എന്റെ അടുത്ത് തരാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കത് മനസ്സിലായാലേ എനിക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതതില്ലാത്തത് കൊണ്ടും ഞാൻ പഠിച്ചു വന്നത് കൊണ്ടും എനിക്ക് ആ ഡയലോഗ് കൃത്യമായി പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഇമോഷൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇമോഷൻ ആണല്ലോ. ഇപ്പം എന്താ പറയാ, ഇങ്ങനെ ഒരു ഇന്റൻഷന് വേണ്ടി വന്ന് നിൽക്കുന്ന ഒരാള്, അവിടെ താമസിക്കുന്ന ഒരാള്. പിന്നെ കൂടുതലും ഞങ്ങൾ താമസിച്ചത് 5 സ്റ്റാർ ഹോട്ടലുകളിലല്ല. നമ്മൾ അവിടുത്തെ എന്താ പറയാ ഒരു ഗസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ എന്താ പറയാ അവിടുത്തെ ഹട്ടുകളൊക്കെ ഇല്ലേ, ബ്യൂട്ടിഫുൾ ഹട്ടാണ്, പക്ഷെ എൻവയോൺമെന്റിനോട് ചേർന്നിരിക്കുന്ന എക്കോ ഫ്രണ്ട്ലിയാ. അപ്പൊ നമ്മള് മുന്നിൽ തന്നെ കാടും മലയൊക്കെ തന്നെയാണ്, നമ്മളിങ്ങനെ ലിഫ്റ്റ് കയറി പോകുന്ന അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അപ്പോ എനിക്ക് തോന്നുന്നു അല്ലാത്ത സമയത്തും എല്ലാം ഈ ഒരു എൻവയോൺമെന്റ് സ്പേസിലേക്ക് തന്നെ സെറ്റായി, സ്പേസിലേക്ക് ലൊക്കേഷനിലേക്ക് പോവാന്നുള്ള ഒരു മാറ്റമില്ല, അവിടത്തേക്ക് തന്നെ പോകുന്നത്, ക്യാരക്ടറിലേക്ക് പോകുന്നുള്ളൂ. അതെ, അതും ഈ കാരവാൻ നമുക്ക് ഒരുപാട് ദൂരെ ആയിരിക്കും, നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരുപാട് ദൂരം. അത് വെറുതെയാണ്, കാരവാൻ ഒരു ഗുണമില്ല. കാര്യം നമ്മൾ ഇരിക്കുന്നൊക്കെ മേളില് മൊട്ടക്കുന്നിലും ഷൂട്ടില്ലാത്ത സമയത്ത് ഈ തണുപ്പടിച്ചും ഈ പാറപ്പുറത്തൊക്കെ നിൽക്കണം. പിന്നെ നമുക്ക് ഇപ്പൊ ഒരു റേഞ്ച് ഉള്ള ഒരു പാറയുണ്ട്, നമ്മള് മൊബൈൽ എന്താ റേഞ്ച് മുക്കെന്നൊക്കെ വിളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് ഓടിക്കയറണം. അപ്പൊ ആദ്യത്തെ 2 ദിവസം നമ്മൾ ഓടിക്കയറാൻ ബുദ്ധിമുട്ടും. പിന്നെ ബ്രേക്ക് കിട്ടുമ്പോൾ നമ്മൾ മറ്റേ ശരിക്കും അവിടുത്തെ ജീവിക്കുന്ന ആൾക്കാരെ പോലെ പാറയിലൊക്കെ പിടിച്ചായിരിക്കും മേളിൽ കയറുക. അങ്ങനെ ശരിക്കും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ നമ്മൾ ജീവിച്ചത് കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അവിടുത്തെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം സിമ്പിൾ ആയിട്ട് പറ്റി. പിന്നെ ഈ ഡയലോഗ് പഠിക്കുക, പിന്നെ ഇമോഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇമോഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. ഇപ്പൊ ബാക്കി എല്ലാ സിനിമകളിലാണെങ്കിലും എനിക്ക് എനിക്ക് ഈ സീൻ എന്തായിരുന്നു, ഈ സീനിൽ നിന്നുള്ള ഇങ്ങോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അടുത്ത സീൻ ഏതാ, ഇത് 3 പറഞ്ഞാലേ നമുക്ക് സെന്റർ സീൻ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു നറേറ്റീവ് ബാലേട്ടൻ തരും, ഈ സീനിൽ നിന്നാണ് നീ ഇങ്ങോട്ട് വരുന്നത്, ഇതാണ് നീ ഇങ്ങോട്ട് വരുന്നത്, നീ ചെയ്തോ എന്ന് പറയും. അങ്ങനെ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പുള്ളി പറയടാ അത് ഇങ്ങനെ പിടിച്ചാൽ മതി എന്നുള്ള രീതി പറയും. അല്ലെങ്കിൽ എനിക്ക് എന്റെ ഒറിജിനൽ എന്താണോ ആ ഒറിജിനൽ പുള്ളിയും വെൽക്കമിങ് ആണ്, നേരത്തെ ഞാൻ പറഞ്ഞ അതേ ഏരിയ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബൈ ഹാർട്ടിങ് ആണ് ഒരു പരിധി വരെ ആ കോ ആക്ടറായിട്ടുള്ള ഒരു ഇത് എനിക്ക് ഇടപെടാൻ സാധിച്ചെന്ന് തോന്നുന്നു. ഭയങ്കര അളന്നു മുറിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പിയൂസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പടം കണ്ടതിന് ശേഷം ഒരാൾ റിവേഴ്സ് വർക്ക് കാണുമ്പോൾ ആദ്യത്തെ അരമണിക്കൂറിൽ അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്തതെന്നുള്ള ഡീകോഡ് ചെയ്യപ്പെടും. അവിടെ സട്ടിലായാൽ പോരാ, ഈ ക്യാരക്ടറിന്റെ ഇമോഷൻസ്, അതായത് ഒരു തരത്തിലും ഇംപ്രവൈസ് ചെയ്ത് പോകാൻ പറ്റാത്ത വിധത്തില് ലോക്ക്ഡ് ആണല്ലോ ആ പെർഫോമൻസ്. അത് പെർഫോമൻസ് ലോക്കല്ല, പെർഫോമൻസ് ഞാൻ പറയുന്ന ക്യാരക്ടർ പെർഫോമൻസ് ലോക്ക്ഡ് അല്ല അല്ലേ? അല്ല, പെർഫോമൻസ് ലോക്ക്ഡേ അല്ല. പെർഫോമൻസ് ഈ ഒറിജിനാലിറ്റിക്ക് വേണ്ടി ബാബുലേട്ടൻ നോക്കുന്നുണ്ട്. അതായത് ബാബുലേട്ടൻ എഴുതി വെച്ചേക്കുന്ന ഡയലോഗ് സ്ട്രിക്റ്റ് ആണ്. അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അത് വരിക എന്നുള്ളത് ഒരു ആക്ടറിന്റെ ഒറിജിനാലിറ്റിയിലായിരിക്കും ചിലപ്പോൾ സംഭവിക്കുക. അത് ബാബുലേട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിനീതേട്ടനോടും നരേഞ്ചേട്ടൻ എല്ലാവരോടും പറയാം, നിങ്ങൾ ഒറിജിനൽ നിങ്ങൾ കൺസീവ് ചെയ്ത ക്യാരക്ടർ എന്താണോ അത് വായിച്ചപ്പോ കിട്ടിയത് അത് പ്രസന്റ് ചെയ്യുക, അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ പറയാം എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പെർഫോമൻസ് റെസ്ട്രിക്റ്റഡ് അല്ല. അപ്പൊ നമ്മള് ഈ സിനിമ ആലോചിക്കുമ്പോ ഇപ്പൊ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ, ഇപ്പൊ പിയൂസ് പോസ്റ്റ് ഓഫീസിലെ സീനില്ലേ, പോസ്റ്റ് ഓഫീസ് സീൻ, എടാ മോഹൻ പോത്തൻ കാട് കയറിയായിരുന്നു നിനക്ക് അറിയത്തില്ലേ എന്ന് അശോകൻ ചേട്ടൻ ചോദിക്കുമ്പോ ഞാൻ മോഹൻ പോത്തനാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ ഫേസിൽ ആ ക്യൂരിയോസിറ്റി ശരിക്കും ഇല്ല. ശരിക്കും പിയൂസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മാറിയിട്ട് മോഹൻ പോത്തനാ ആരാ എന്നുള്ളൊരു സാധനം വരും. പക്ഷെ ഭയങ്കര സട്ടിലായിട്ട് മോഹൻ പോത്തനാ എന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അത് ഞാൻ കൺസീവ് ചെയ്ത ഒരു പിയൂസാ. ആ സമയത്ത് ചിലപ്പോ കാര്യം അശോകേട്ടൻ പെട്ടെന്ന് എന്നെ നോക്കി മോഹൻ പോത്തനും ചോദിക്കുവോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അപ്പോ പെട്ടെന്ന് ഒരാൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫേക്ക് ആവാൻ പറ്റില്ല. ഒന്ന് പെട്ടെന്നൊന്ന് പതറും, എന്നാ അത് മേക്കപ്പ് ചെയ്യാൻ പെട്ടെന്ന് ഇൻസ്റ്റന്റിലി നമ്മൾ തീരുമാനം എടുക്കും. നമ്മൾ ഭയങ്കര ഒറിജിനാലിറ്റിയിൽ എനിക്ക് അയാൾ അറിയത്തേ ഇല്ല എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്ത അത് നാടകീയത മാത്രമല്ല ആ ഡയലോഗ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ ഇരിക്കും. പെട്ടെന്ന് ഒരാൾ ചോദിക്കുമ്പോ പെട്ടെന്ന് പതറി ഇല്ല അതാരാ എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. പക്ഷെ ആ ഇടർച്ച ഇല്ലാതെ ഞാൻ ചോദിച്ചത് പിയൂസ് എന്ന് പറയുന്ന ആളുടെ ഇന്റന്റ് ആണ്. അയാൾ ആ ഫേക്ക് വിടൂല എന്നുള്ളതിന്റെ കഴിവാണ്, പിടികൊടുക്കില്ല എന്നുള്ള. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു മിഡ് ഏരിയ ഉണ്ടല്ലോ,
ഒരുപാട് ഫേക്കും ആവുന്നില്ല, എന്നാ പിടിച്ചല്ലോ എന്ന് എവിഡന്റ് ആയിട്ട് കാണിക്കാൻ പാടില്ല. ഈ ഒരു മിഡ് ഏരിയയിൽ വേണം അത് വരാൻ എന്നുള്ളത് ഞാൻ കൺസീവ് ചെയ്ത ക്യാരക്ടറാണ് പിയൂസ്. അത് പ്രസന്റ് ചെയ്തപ്പോൾ അത് ബാഹുലേട്ടൻ ഓക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഇങ്ങനെ ഞാൻ ഇട്ടേക്കണേ, അത് ഓക്കെ ആണ് വെച്ചപ്പോ ആ ഓക്കെ ആണ്. അപ്പൊ അത് റീവാച്ച് വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. റീവാച്ച് വരുമ്പോ നമുക്ക് മനസ്സിലാവും, ആ പോയിന്റിൽ വരുമ്പോ നമുക്ക് മനസ്സിലാവും ഇവൻ അവിടെ ഒന്ന് ഇതായോ എന്ന് നോക്കുന്നവർക്ക് നോക്കാം, അല്ലാത്തവർക്ക് അത് പ്ലെയിൻ ആയിട്ട് പോകുന്ന ഒരു സീനാണ്. അപ്പൊ ഇതേപോലെ അപ്പൊ ചിലപ്പോ എന്റെ അടുത്ത് ഒരാൾ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവിടെ ആ സമയമാകുമ്പോഴേക്കും നിനക്ക് അറിയത്തില്ല മോഹൻ പോത്തനെ, നീ അങ്ങനെ പെരുമാറിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോ നേരത്തെ പറഞ്ഞ പോലെ അതാരാ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര റിയൽ ആയിട്ട് ചോദിക്കും. അപ്പോ ആ ഒറിജിനാലിറ്റി ഉണ്ടല്ലോ, അത് ഓരോ ആക്ടറും കൺസീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ വിനീതേട്ടൻ എസ്പെഷ്യലി, വിനീതേട്ടന്റെ ചില കാര്യങ്ങൾ ഇപ്പൊ ലാസ്റ്റ് സീക്വൻസിൽ മാത്തിച്ചേട്ടത്തിന്റെ അടുത്ത് വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങളത് അറിയണമെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ചിരി ഉണ്ടല്ലോ, ചിരിച്ചിട്ട് ഗ്ലാസ് ഒക്കെ ഊരി കണ്ണൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാണ് പുള്ളി അത് വെച്ചിട്ട് വരുന്നത്. ആ പോസും ബ്രേക്കും ഒക്കെ പുള്ളി ആ ഷിഫ്റ്റ് നടത്തണമല്ലോ, ആദ്യം ഒരു റിക്വസ്റ്റ് ആയിട്ടാ പുള്ളി വന്നത്, ഒരു ക്യൂരി. അത് കഴിഞ്ഞ് പുള്ളി ഇനി എല്ലാ കഥകളും ഞാൻ റിവീൽ ചെയ്യാൻ പോവാണെന്നുള്ളതിന്റെ ഒരു ട്രാൻസിഷനിലേക്ക് കയറണം. ആ ട്രാൻസിഷനിലേക്ക് കയറിയ പോസും ഒരു ആക്ടിവിറ്റിയാണ് പുള്ളി അത് ഇട്ടത്. അപ്പൊ ഈ വക കാര്യങ്ങളാണ് ആ സീൻ ഒറിജിനൽ ആക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പറഞ്ഞാൽ മതി, ഓഹോ എനിക്കൊരു കാര്യം അറിയാവോ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അങ്ങ് പറയാം. പക്ഷെ ആ പോസും ബ്രേക്കും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള പ്ലേ ഒക്കെ ആ ഒരു മൊമെന്റോ പെർഫോമൻസ് ഡ്രിവണിലാണ് സ്റ്റേജിങ് പരിപാടിയാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം ഓരോ ആക്ടറും കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഈ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ കൃത്യമായിട്ടുള്ള ഒരു ഡയലോഗും ഈ ഒരു സാധനം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിട്ടുള്ള ആ സീൻ വരും. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ സിനിമാറ്റിക് ഡ്രാമ പോലെ പറയുമ്പോൾ ബാഹുലേട്ടൻ വന്ന് അത് തിരുത്തും. ചിലപ്പോ ഒരു പോസ് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോ അപ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത പറയാം. അപ്പൊ പുള്ളി ഒന്ന് പറയും, ഇല്ല അപ്പോ ഞാൻ ബ്രേക്ക് വേണ്ട, അപ്പൊ ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നീ പറഞ്ഞോ എന്ന് പറയും. അപ്പൊ ആ റിഫൈനിങ് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വരുന്നതിന്റെ ആണ് ശരിക്കും ആ ഒരു ഹൈലൈറ്റ് വരുന്നത്. പിന്നെ എന്റെ ക്യാരക്ടറിന് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ തിരിച്ച് മാത്തിച്ചേട്ടന്റെ വീട്ടിലേക്ക് ഓടി കയറിയിട്ട് ചേട്ടത്തി ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങോട്ട് ആരും വരാനാന്ന് ചോദിക്കുമ്പോ, അല്ല ഇവിടെ ഒരാൾ കുന്നിറങ്ങി പോണ കണ്ടു, നീ വിളിച്ചിട്ട് നിന്നില്ല ചോദിക്കുമ്പോ അപ്പൊ ഞാൻ പറയുന്നു വിളിച്ചിട്ട് നിന്നില്ലെന്നേ എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ശരിക്കും ഒറിജിനലി ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അയാളെ വിളിച്ചിട്ട് നിന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായി കൊച്ചിയിലെ സന്ദീപായി. അപ്പൊ ബാലേട്ടൻ പറയടാ നീ ഒരു കോട്ടയം ഒരു സ്ഥാനത്തിൽ വിളിച്ചിട്ട് നിന്നില്ലെന്നേ എന്നുള്ളൊരു അങ്ങനെ ഒരു നീട്ടി പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് എനിക്കത് പറഞ്ഞു തന്നെ. അപ്പൊ അത് ഞാൻ പറഞ്ഞപ്പോഴോ അതൊക്കെ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ഷൂട്ട് ആട്ടോ, അത് കിട്ടി എനിക്ക്. ഓ അത് ശരിയാ. അപ്പൊ ഈ കൊളോക്കലായിട്ട് പറയുന്നതും ഈ ബാഹുലേട്ടൻ എഴുതി വെച്ച ആ രീതി തന്നെ പറയുന്നതിലും ക്യാരക്ടർ ഉണ്ടാവുന്നുണ്ട്, ഒരു ഒതന്റിക് ആയി റൂട്ടഡ് ആയി. അപ്പൊ ഇപ്പൊ ഞാൻ അവിടെ വന്നിട്ട് അയാൾ വിളിച്ചിട്ട് നിന്നില്ല ചേട്ടത്തി എന്ന് എനിക്ക് പറയാം, പക്ഷെ അയാൾ വിളിച്ചിട്ട് നിന്നില്ലെന്നേ എന്ന് പറയുമ്പോ പിയൂസ് ആയി. അപ്പൊ ആ ഒരു ഡിഫറൻസ് എനിക്ക് പുള്ളി എന്ന് പറഞ്ഞപ്പോ കിട്ടി. പിന്നെ ഞാൻ അത് അടുത്ത സീൻസിൽ വരുമ്പോ എനിക്കത് മനസ്സിലായല്ലോ, അപ്പൊ ഞാൻ ആ രീതിയിൽ ക്രാക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇതിന്റെ ഒരു ശരിക്കും ഒരു സ്ട്രക്ചർ കേട്ടോ ഇങ്ങനെ പോകുന്നതിന്റെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നിട്ട് ഇപ്പൊ രണ്ടാമതിരിക്കുന്ന സമയത്ത് സന്ദീപ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രോമിസിങ് ആക്ടറും ഒരു ലീഡ് ആക്ടറും അല്ലെങ്കിൽ സന്ദീപിന്റെ ജനറേഷനിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പൊസിഷനിങ് പോസിബിൾ ആയി ഒരു ലീഡ് ആക്ടർ എന്നുള്ള രീതിയിൽ സാധാരണയിൽ കഴിഞ്ഞൊരു ഉത്തരവാദിത്വം വരികയാണ് അതിൽ ഈ ഇനിയുള്ള ലൈനപ്പുകൾ സിനിമകൾ ചൂസ് ചെയ്യുക എന്നുള്ള തരത്തില്. അത് ഏത് തരത്തിലാണ്? എനിക്ക് പെട്ടെന്നൊരു സ്ട്രക്ചർ മാറ്റേണ്ടി വന്നിട്ടില്ല. ഞാൻ ഫാലിമിയുടെ ബ്രേക്ക് കിട്ടിയ സമയത്ത് തന്നെ എനിക്ക് ചീത്തപ്പേര് വന്നാലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളൊരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. സോ എനിക്ക് നോ പറയാൻ ബുദ്ധിമുട്ടില്ല. അതെനിക്ക് തോന്നുന്നു ഒരു പ്ലസ് ആണെന്ന് എൻ്റെ അടുത്ത് സീനിയർ ആക്ടേഴ്സും സീനിയർ ആർട്ടിസ്റ്റും പറഞ്ഞിട്ടുണ്ട്. എനിക്കത് പൊളൈറ്റ്ലി ആണെങ്കിലും ഞാനത് നോ പറയും, എനിക്കത് കുഴപ്പമില്ല. അതെനിക്കൊരു എന്താ പറയാ കുറച്ചും കൂടെ റിഫൈൻ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇപ്പൊ എല്ലാവരും വെൽക്കമിങ് ആണ്, നോയും എസും ഈക്വലി വെൽക്കമിങ് ആണ്. ഇപ്പൊ ഫാലിമിയുടെയും ജിംഖാനയുടെ സമയത്തൊക്കെ ഞാൻ ഒന്നും അല്ലാത്ത സമയത്ത് നോ പറഞ്ഞവരും ഇപ്പൊ ഞാൻ നോ പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും ആണോ എങ്കിൽ എന്റെ വേറെ പരിപാടി ഉണ്ടാ എന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി തന്നെ പറയുന്നവരുണ്ട്. അവർക്ക് ആ ഒരു വിഷമമോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ലിബർട്ടി സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻസിനും ക്രൂവിനും വന്നതുകൊണ്ട് ഇപ്പൊ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആണ് എല്ലാവരും. ഇതല്ലെങ്കിൽ നമ്മൾ വേറെ സാധനം വർക്ക് ചെയ്ത് നമ്മൾ പിടിക്കും എന്നുള്ളൊരു വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും വന്നത് കാരണം റിഫൈനിങ് കുറച്ചും കൂടെ എളുപ്പമായി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പ്രഷറായിട്ട് ചിന്തിക്കാറില്ല, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാര്യം കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് ടെക്നീഷ്യൻസിനെയും ബാക്കി പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കുറച്ചും കൂടെ ഒരു ആ ഏരിയാസിലും കൂടെ നമ്മളിപ്പോ
കോൺഷ്യസ്. നേരത്തെ നമുക്ക് ആ ഒരു ശ്രദ്ധിക്കണം എന്നുള്ളത്. അതെ. നമുക്ക് നേരത്തെ ആ സേ ഇല്ല. ഉം, ഉം. നമുക്ക് ആ പ്രൊജക്റ്റിലേക്ക് വിളിക്കുമ്പോൾ അതെ, അതെ. നമ്മുടെ ഒരു അവസരമാണ്. അതെ, ഇപ്പൊ അതെ. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റ് ആവുന്നതുകൊണ്ട് ഉം. നമുക്ക് അതിന് കുറച്ചും കൂടെ ഒരു ഉം. സേ ഉള്ളത് കാരണം അതായത് ഇത് നല്ല നിലയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തണം, എത്തണം. എല്ലാം നല്ല നിലയ്ക്ക് എത്തണം എന്നുള്ളത് അല്ലേ? അതെ. അപ്പൊ അതില് നമ്മള് കുറച്ചും കൂടെ കാര്യങ്ങള് എന്താ പറയാ ശ്രദ്ധിക്കേണ്ടി വരും. ശ്രദ്ധിക്കേണ്ടി ഇരിക്കുന്നു. ഉം. കാര്യം നമ്മൾ ചെയ്യുന്ന എഫേർട്ടുകൾ ഇനി കുറച്ചും കൂടെ വൈഡ് ഓഡിയൻസിലേക്ക് പോവാ. ഉം. അപ്പൊ അത് ഡെഫിനറ്റ്ലി അങ്ങോട്ട് എത്തണല്ലോ. എത്തണം. എത്തിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വേസ്റ്റ് ആയി പോകും. അതെ. അപ്പൊ അത് എത്താനുള്ള കാര്യങ്ങൾ എല്ലാ ഉം. ഡിപ്പാർട്ട്മെന്റിന്റെ വശത്തും വരുന്നുണ്ടോ എന്നുള്ളതും കൂടെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതല്ലാതെ ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ ഭാഗമാകാം വേറെ ഓവർ തിങ്കിങ്ങുകൾ പോവാറില്ല. ഓവർ തിങ്ക് ചെയ്താൽ പണിയിട്ടു. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ആളുകളോട് പറയാറുണ്ട്, ഇപ്പം ഇരിക്കുന്നത് ഓരോ ആളുകളും സിനിമ തന്ന ലക്ഷറി, സിനിമ എപ്പോഴും പറയുമ്പോൾ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നുണ്ടല്ലോ പലതരത്തിൽ. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, അതിപ്പോൾ നമ്മളുടെ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ് ആണെങ്കിലും കാർ ആണെങ്കിലും നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഇത് ചെയ്യാണ്. സിനിമയെ സംബന്ധിച്ചും സന്ദീപിന്റെ ഈ പ്രായത്തിൽ സിനിമയുടെ ഒരു സിനിമ തന്നൊരു ലക്ഷറി എന്താണ് കാണുന്നത്? ലക്ഷറി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ആഗ്രഹിച്ച ഒരു ടൈമില്, അതായത് ഈ ഷോർട്ട് ഫിലിമിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഇതൊക്കെ ആഗ്രഹമായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ടീം, ഞാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ഡ്രീം. അത് ഒരിക്കലും പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. അതിന്റെ ഒരു 50% ഇപ്പൊ വന്നു തുടങ്ങിയത് എന്റെ ഡ്രീം. അതൊരു ലക്ഷറിയാണ്. ആക്ടറിന്റെ ലക്ഷറി അതാണ്. അല്ലാതെ കാറ് മേടിക്കുകയും വാച്ച് മേടിക്കുകയും ഒക്കെ ഒരു സൈഡിൽ കൂടെ അത് ബൈ പ്രൊഡക്ട്സാ. അത് സംഭവിക്കാതിരിക്കാതെ അങ്ങനെ പോകും. പക്ഷെ ഒരു ആക്ടറിന്റെ ലക്ഷറി എന്ന് പറയുന്നത് അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രൊജക്ട് ട്രാവൽ ചെയ്യിക്കാന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്കിപ്പോ സെയില്ല. നമുക്ക് ഇന്ന ആളെ പോസ്റ്റർ ചെയ്യിപ്പിച്ചാലോ എന്ന് ചോദിക്കുമ്പോ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയില്ല. പക്ഷെ നമ്മളെ വിശ്വസിച്ച് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ഇല്ല, ഇവൻ അഭിനയിക്കുമ്പോൾ നമുക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും, ആ ബഡ്ജറ്റ് വന്നാലും നമുക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുമ്പോ എന്നാ നമുക്ക് അവരെ വെക്കാം സന്ദീപ് എന്ന് പറയുന്നിടത്ത് നമ്മുടെ ലക്ഷറി ആണല്ലോ. ആ ലക്ഷറിയിലേക്ക് കയറിയതാണ് എനിക്കിപ്പോ സംബന്ധിച്ച് കുറച്ചും കൂടെ ഹാപ്പി തരുന്നത്. അല്ലാതെ ബാക്കി ശരി, അതിന്റെ ഒരു ഉപോൽപ്പന്നാണ്. അതെ. സന്ദീപ്, ഒരു കാര്യം ഉണ്ടല്ലോ, ഇപ്പം ബാഹുല് ഇതേ ചേർലിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ആ സിംഗിൾ ഷോട്ടിനെ കുറിച്ച് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നേരത്തെ സിനിമ തരുന്ന എനർജിയില് ടീം, പിന്നെ അതിന്റെ ഒരു കളക്റ്റീവില് പലതും സംഭവിക്കുന്ന സമയത്ത് ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഇത് എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോ, ഞാൻ ഫുള്ള് വായിച്ചപ്പോ എനിക്ക് ആകെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സീനാണ് ഈ ക്യാരക്ടറിന്റെ പില്ലർ. ഈ സീൻ പാളി ആ ക്യാരക്ടറിന്റെ ആർക്കെല്ലാം പാളി. ഇയാൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഇയാൾ എന്തിനിങ്ങനെ ചെയ്യുന്നത്, അയാൾക്ക് എന്ത് ഇത്ര പ്രശ്നം, എന്തുകൊണ്ട് അയാൾ ഇത്ര കണ്ണിച്ചോരല്ലാത്ത പ്രവൃത്തി കാണിക്കുന്നു, ഇതെല്ലാം ഈ സിനിമയുടെ 2.5 മണിക്കൂർ തീരുന്നതിന്റെ ഉത്തരങ്ങളെല്ലാം ഒരൊറ്റ ഡയലോഗിലാണ്. അത് ആ പില്ലറ് എന്റെ കയ്യില് അത് ഉണ്ട്. അപ്പൊ അത് ബലമായിട്ട് പിടിക്കണമെന്ന് സ്ക്രിപ്റ്റ് വായിച്ച മൊമെന്റ് തൊട്ട് തന്നെ എന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഈ ബൈ ഹാർട്ടിങ്ങിന്റെ ഏരിയാസ് വരുന്നുണ്ടല്ലോ, അപ്പൊ അതിലൊരു സീനുണ്ട്. മറ്റേ ഞാൻ ബിനിച്ചേട്ടനായിട്ട് തടിമില്ലിൽ നിൽക്കുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട്, ആ വഴി പോയി കഴിഞ്ഞാൽ പട്ടികളുടെ ശല്യമുണ്ട്, നമുക്ക് അതുകൊണ്ട് മടക്കുപാറയുടെ വശത്തൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറയുന്ന ഒരു സെറ്റ് ഓഫ് ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്തിട്ടും ആ ദിവസം മടക്കുപാറ വരുന്നില്ല. എനിക്ക് മടക്കേപ്പാറ എന്നേ വരുന്നുള്ളൂ. അതായത് മലക്കേപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അപ്പൊ എനിക്ക് മടക്കുപാറ എന്ന് പറഞ്ഞ സാധനം ഞാൻ കേട്ടിട്ട് പോലും ലൈഫില്. അപ്പൊ എനിക്ക് അവിടെ എത്തുമ്പോ ഈ മടക്കേപ്പാറ എന്ന് പറഞ്ഞാൽ ഞാൻ കയറും. അവലേട്ടൻ അറിയാലോ, പുള്ളി സമ്മതിക്കൂല. പുള്ളിയടാ ഞാൻ പറഞ്ഞ ഡബില് മടക്കെന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇല്ലടാ അത് മടക്കുപാറ എന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അവിടെ ഇരുന്ന് ഞാൻ ഈ മടക്കുപാറയിലേക്ക് ഇറങ്ങാൻ പെട്ട പാടുണ്ടല്ലോ. ഞാനൊരു 7-8 ടേക്ക് പോയി. അവസാനം മഴ പെയ്ത് ബിനിച്ചേട്ടാ നീ ഡയലോഗ് പറഞ്ഞ് മഴ പെയ്പ്പിച്ചല്ലോടാ പറഞ്ഞ് ഞാനപ്പോ, പക്ഷെ എന്റെ മനസ്സിൽ സമാധാനമുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനി സീൻ മാറി, ഇവിടെയൊക്കെ നനഞ്ഞു, ഇനി നാളെ പഠിച്ചിട്ട് വരാന്നുള്ള രീതിയിലാ. പക്ഷെ പഠിക്കണില്ല, ബാക്കിയെല്ലാം സെറ്റാ. ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു വന്ന് ഇവിടെ എത്തുമ്പോ ഈ മടക്കെത്തുമ്പോ മടക്കേന്നായി പോകും. അപ്പൊ ഞാൻ ഒന്നും കൂടെ സെറ്റ് ആക്കിയിട്ട് വരാന്ന് പറഞ്ഞ് ഞാൻ ജീപ്പിൽ കയറി ഇരുന്നപ്പോഴേക്കും അവരുടെ പറഞ്ഞു, ഇല്ലടാ നമുക്ക് കുട പിടിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് കുട പിടിച്ച് എടുത്ത സീനാണ് ആ ഷോട്ട്. കുറച്ച് മഴ അവിടെ ഇവിടെ ദൂരെ പെയ്യുന്നുണ്ട്, നോക്കിയാൽ കാണാം. അപ്പൊ ആ ദിവസം ഞാൻ വീട്ടിൽ ചെന്ന് തീരുമാനിച്ച്, ഈ ഒരു മടക്കുപാറ പോലെ മറ്റേ ലോഡ്ജിലെ കത്തികള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ടെൻഷൻ ആവും. കാരണം ഇത് സിമ്പിൾ ഡയലോഗാണ്, അത് ചെറിയ ഫണ്ണായിട്ട് എല്ലാരും എടുക്കുള്ളൂ. അത് എന്റെ കയ്യിൽ നിന്ന് പോകാൻ പാടെന്നുള്ളത് ആ ദിവസം തൊട്ട് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഇത് പഠിക്കണം. അപ്പൊ ഞാൻ ഫ്രീ ബ്രേക്ക് കിട്ടുമ്പോഴൊക്കെ തന്നെ ഞാൻ ഇത് മൈൻഡിൽ ഇങ്ങനെ ഡയലോഗ് പറയും. ഇങ്ങനെ ഒരു ഡയലോഗ് ഇങ്ങനെ പിടിക്കാം, ഇവിടെ എത്തുമ്പോൾ ഈ മോഡുലേഷൻ മാറ്റി ഇങ്ങനെ ഒരു സാധനം ചെയ്യാം,
ആദ്യം ഇങ്ങനെ പിടിക്കാം, അത് കഴിഞ്ഞ് അയാളെ നോക്കി ഇങ്ങനെ പറയാം. ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ അതിനെ ഒരു സീനായിട്ട് സെറ്റ് ചെയ്തു. ഇങ്ങനെ ആയിരിക്കും പരിപാടി പിടിക്കുക. പക്ഷെ ഞാൻ മോഡുലേഷനും ഡെലിവറിയും ഞാൻ പിടിച്ചിട്ടില്ല. കാര്യം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എനിക്കറിയാം, പക്ഷെ മോഡുലേഷൻ എനിക്ക് അറിയത്തില്ല. കാര്യം മോഡുലേഷൻ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ചിലപ്പോൾ ബാഹുലേട്ടൻ എടാ ഈ ഒരു എടുത്ത് ഇപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടിക്കും. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ വേഴ്സറ്റൈൽ ആയിട്ട് വേണം നമ്മളത് പ്ലാൻ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പ്രിപ്പയർ ചെയ്തു. പക്ഷെ മോഡുലേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഹൈ തന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ RSന്റെ റിയാക്ഷൻസ്. RS എന്ന് പറഞ്ഞാൽ രഞ്ജിത് ശേഖർ, എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പുള്ളിയുടെ റിയാക്ഷൻ ഭീകര റിയാക്ഷൻസ് ആയിരുന്നു എനിക്ക് തന്നോണ്ടിരുന്നത്. ഞാനവിടെ നിന്ന് ഇരിക്കുമ്പോൾ തന്നെ പുള്ളി ശരിക്കും ഒരാള് ഒരു പ്ലീസിങ് മെന്റാലിറ്റിയിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ആംബിയൻസും, പിന്നെ നമ്മുടെ സെറ്റ് ക്രൂ എല്ലാവരും കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ടായിരുന്നു ഇരുന്നത്. ആരും അടുത്തങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ അരുവിയൊന്നും നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ നിന്ന് ഞാൻ കൈ കഴുകി നനഞ്ഞ് ഇവിടെ വന്ന് ഇരുന്ന് ആ ഇരിക്കണ കല്ല് ഇങ്ങനെ ആയിരിക്കും നമുക്ക് അറിയത്തില്ല. അത് ആ ഫ്ലോയില് സംഭവിക്കുന്നത്. അപ്പൊ അത് ശരിക്കും ആ ഫ്ലോയില് വന്നപ്പോ സംഭവിച്ചാട്ടോ. അത് എനിക്കറിയത്തില്ല, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ഡയലോഗ് എന്റെ മൈൻഡിൽ ബൈ ഹാർട്ട് ഉണ്ടായിരുന്നു, കൃത്യമായി ബൈ ഹാർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇമോഷൻ വന്നത് നാച്ചുറലി വന്ന ആ സമയത്ത് RSന്റെ ആ ഒരു ഇരിപ്പും എല്ലാം കണ്ടപ്പോ നമുക്ക് ഇയാളെ നോക്കിയിട്ട് അവസാനം ഇങ്ങനെ ഒരു ചിരി ഇരിച്ചിട്ടൊക്കെ ഞാൻ പോകുന്നത്. എന്നിട്ട് കൈയൊക്കെ കഴുകിയിട്ടൊക്കെയാ പോകുന്നത്. അതൊന്നും ഞാൻ എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻവയോൺമെന്റ് എത്തുമ്പോ നമ്മള് അവിടെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമെന്ന് പറയത്തില്ല. അത് യൂസ് ചെയ്താണ് ഈ കൈ കഴുകുന്നതും ഈ പറയുന്നതും എല്ലാം. അത് കഴിഞ്ഞ് ബാഹുലേട്ടൻ ക്യാമറ ഓഫ് ചെയ്ത് ഒരു സൈലൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു കൈയടിച്ച് എനിക്ക് മനസ്സിലാവാനുള്ള കഴിഞ്ഞ അത്ര ഉണ്ടായിരുന്നുള്ള. അപ്പൊ ബാഹുലേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചേട്ടാ ഓക്കെ ആണോ? ഓക്കേടാ, സെറ്റാടാ, പൊളിച്ച് കഴിഞ്ഞ്. അതായത് ഞാൻ എന്റെ മൈൻഡിൽ ഇതൊരു 10-30 ലേക്ക് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് ഭാഗ്യം എന്ന് പറയാം. പിന്നെ ഈ ഡയലോഗ് ഞാൻ പഠിച്ചതിന്റെ ഒരു ഭാഗ്യം കൂടെ അത് സംഭവിച്ചാണ്. അത് ഈ എൻവയോൺമെന്റിനോട് താങ്ക്സ് പറയുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നാച്ചുറലി സംഭവിക്കും. ഓവർ പ്ലാനിങ്ങിന്റെ ആവശ്യമില്ല. ഓവർ പ്ലാൻ ചെയ്ത് വരുന്നത് കുളമാവും ചെയ്യും. അപ്പൊ അതിന്റെ ഒരു മാജിക് ആണത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മോഹൻ പോത്തൻ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, ഇപ്പൊ ആ ക്ലിഫിലുള്ള സീൻ വിനീതിനെ കാണുന്നത്, അവിടെ സന്ദീപിന്റെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ റിയാക്ഷൻ ആണ്, ബോഡി ലാംഗ്വേജിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നോക്കുവാണെങ്കിൽ മെജോറിറ്റി ഡയലോഗ്സ് എല്ലാം വിനീതേട്ടന്റെ, മോഹൻ പോത്തനാണ് ക്യാരക്ടർ. ഈ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും സ്പൂൺ ഫീഡിങ് ഇല്ല. ഡയലോഗ് ഡ്രിവൺ ആയിട്ടല്ല പോകുന്നത്, പെർഫോമൻസ് ഡ്രിവൺ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിലൊരു മൾട്ടി ലെയേർഡ് ആക്ടിവിറ്റിയാണ് ശരിക്ക് പിയൂസിനുള്ളത്. പിയൂസ് ആണ് ഈ സിനിമ ആങ്കർ ചെയ്യുന്നത്. പിയൂസിലൂടെയാണ് നമ്മളത് പ്രാർത്ഥിച്ചെടുത്തിലേക്കുണ്ട്, പക്ഷെ എന്നാലും പിയൂസിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് അയാളുടെ മിഷൻ. അപ്പൊ ചിലപ്പോൾ ഈ സിനിമയുടെ 2ാം കാഴ്ചയിലടക്കം കൺവിൻസ്ഡ് ആവുന്ന വിധത്തിലാവണം ഇതിന്റെ പെർഫോമൻസ്. ആദ്യത്തെ തവണ കണ്ടാൽ പോരാന്നുള്ളത് അതൊരു ഭയങ്കര പ്രധാനപ്പെട്ട സാധനമാണ്. ഞാൻ ഈ ക്ലിഫ് സീൻ അങ്ങനെ സ്പെസിഫിക് ആയി തോന്നിയതാ. അവിടെ ഞാൻ പറഞ്ഞത് എല്ലാം എക്സ്പീരിയൻസ് സീനിയർ ആക്ടേഴ്സ് ആണ് ഇപ്പുറത്ത്. ഇവിടെ സന്ദീപിനെ സംബന്ധിച്ചുള്ള ആ ബോഡി ലാംഗ്വേജിൽ കൺവിൻസ്ഡ് ആവണം എന്ന് പറയുന്ന സാധനം. ശരിക്കും ആ സ്പെസിഫിക് ആ സീനിനെ കുറിച്ച് പറഞ്ഞാൽ, അല്ല ആ സീന് ഒന്ന് പിയൂസ് റിയാക്ട് ചെയ്ത് മാത്രം നിൽക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കിയ റീസൺ എനിക്ക് ബാഹുലേട്ടൻ പറഞ്ഞത്, ഒന്ന് അവൻ എന്തിനാണ് അവിടെ പോയെന്ന് അവനെ അറിയത്തുള്ളൂ. അപ്പൊ അവൻ അവിടെ ചെന്ന് നിൽക്കുമ്പോ ഇയാള് കണ്ടുപിടിക്കുന്നുള്ള കാര്യം പുള്ളിക്ക് അവൻ അറിയത്തില്ല, പിയൂസിന് അറിയത്തില്ല. അപ്പൊ അവിടെ ചെന്ന് നിൽക്കുമ്പോഴേക്കും മോഹൻ പോത്തൻ പറഞ്ഞു തുടങ്ങുന്നത് എന്നെയും പുള്ളിനെയും തീർക്കാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള രീതിയിലാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് പിയൂസിന് മനസ്സിലായി ഓക്കെ ഇയാൾക്ക് അറിയത്തില്ല ഞാൻ എന്തിനാ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. പുള്ളി അപ്പൊ ഘോര പ്രസംഗിക്കുക. ഞാനത് ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുള്ളിയുടെ നറേറ്റീവ് മാറും. അപ്പൊ എന്റെ കാര്യങ്ങള് കുറച്ചും കൂടെ പുറത്തേക്ക് വരും. ഞാൻ ആകെ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ള അവിടെ, കുര്യച്ചൻ എവിടെ ഉണ്ട് ഇപ്പോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അപ്പൊ പുള്ളി അത് ചോദിച്ച് കഴിയുമ്പോഴാണ് ചോദിക്കുന്നത്, അതായത് ഈ പുള്ളിനെ വേണം, പുള്ളി അന്വേഷിച്ചോണ്ടിരിക്കാന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിക്ക് തോന്നുന്നു ഞാനും പുള്ളിനെ കൊല്ലാൻ വേണ്ടി വരുന്നതാണ് എന്ന് മനസ്സിലായ മൊമെന്റിലാണ് ഞാൻ ചോദിക്കുന്നത് കുര്യച്ചൻ എവിടെ ഉണ്ട് ഇപ്പൊ എന്ന്. അപ്പോ ഞാൻ കൂടുതൽ സംസാരിക്കുമ്പോഴാണ് ആ ക്യാരക്ടർ വീക്ക് ആവുന്നത് ആ സാഹചര്യത്തിൽ. കാര്യം ഒരാൾ നമ്മളെ പിടിച്ചു വെച്ചേക്കാണ്, അയാൾ നമ്മളെ എന്തെങ്കിലും ഒന്ന് പൊക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീഴും. അപ്പൊ അത് വീഴാതെ മാക്സിമം മിണ്ടാതിരിക്കുക.
പിയൂസിന്റെ ഇന്റൻഷൻ എന്താണോ അത് മാത്രം സംസാരിക്കുക, ഷാർപ്പായിട്ട് ആ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, ബാക്കിയെല്ലാം മിണ്ടാതെ അയാൾ പറയുന്നത് കേൾക്കണം. കാര്യം അയാളാണ് ഏറ്റവും വലിയ ലിങ്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇവൻ അങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അയാൾ പറയുന്ന ഒരു കാര്യവും ഇന്ററപ്റ്റ് ഇല്ലാതെ കേട്ടാലേ കുര്യച്ചന്റെ ഏതെങ്കിലും ഒരു ഹിന്റ് ഇവന് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പിയൂസ് അവിടെ മിണ്ടാതെ നിൽക്കുന്നത്. ഒരുപാട് കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് പുറത്തേക്ക് പോകും. പ്രേക്ഷകർക്കും പോകും, പിയൂസിനും പോകും, മോഹൻബോത്തിനും പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിയൂസ് കീപ്സ് കാം. അയാൾ സംസാരിച്ചോട്ടെ, കാര്യം അയാൾ കുറച്ചും കൂടെ സംസാരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പുള്ളി കഴിഞ്ഞു. അപ്പോ ആ ഒരു ഇതിലാണ് പിയൂസ് ശരിക്കും റിയാക്ട് ചെയ്യാതെ നിൽക്കുന്നത് എന്നുള്ളതാണ് ആ സീനിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ വിനീതേട്ടൻ ഇനി എന്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ വിനീതേട്ടൻ പെർഫോം ചെയ്ത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ ആ റിയാക്ട് ചെയ്തിരുന്നാലും ഞാനത് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര രസമായിട്ടാ പുള്ളി അത് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ആ ഡയലോഗിന്റെ റിതം ഭയങ്കര രസമാണ്. ഒരു ഡയലോഗ് ഉണ്ട്, അതാ അതൊക്കെ പണ്ട് ചങ്കും മങ്കും ആയിരുന്ന കാലത്തിൽ എന്നൊക്കെ പറഞ്ഞ് പുള്ളി വരുന്ന സാധനം ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാ ഭയങ്കര പെർഫോം ചെയ്ത് സ്റ്റൈലിഷ് ആയിട്ട് അവിടെ വന്നിട്ട് ഇടയ്ക്ക് സിഗരറ്റൊക്കെ കത്തിച്ചിട്ട് ആ ഒരു അത് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പൊ ഞാൻ പ്ലേസ് ചെയ്യാ, ഞാൻ ഇങ്ങനെ അഭിനയിച്ചിട്ടില്ലല്ലോ. ഇങ്ങനത്തെ സ്റ്റൈലൈസ്ഡ് ഡയലോഗ്സ്, നമുക്ക് കേൾക്കാത്ത ഡയലോഗ്സ്. ഇപ്പൊ എല്ലാ സിനിമയിലും നമ്മൾ നോർമൽ ടോക്കിംഗ് ആണല്ലോ, ഇങ്ങനെയൊക്കെ ആരാ സംസാരിക്കുന്നത്? അപ്പൊ ആ പ്ലേയുടെ ഭാഗമായി നിന്ന് ഇത് കേൾക്കാന്ന് പറയുന്നത് ഞാനെന്നുള്ള പേഴ്സൺ ആസ്വദിക്കുന്നുണ്ട് സൈഡിൽ കൂടെ. ഇതാണ് ആ സീനിൽ എനിക്കുണ്ടായ ഒരു ഹൈ എന്ന് പറയുന്നത്. മമ്മൂക്ക, ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ സമയത്ത് മമ്മൂക്ക ഈ അറ്റയർ, അതായത് കോസ്റ്റ്യൂം എങ്ങനെയാണ് ക്യാരക്ടറിൽ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിലേക്ക് നമുക്ക് ഇന്റേണലൈസ് ചെയ്യാനൊക്കെ ഗുണം കിട്ടുന്നു എന്നുള്ളത് കാര്യം പറഞ്ഞിട്ടുണ്ട്. അറ്റയർ മേക്സ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു മെൻഷനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതില് പിയൂസിന്റെ കൈലി പിടിക്കുന്ന രീതിയാണെങ്കിലും അയാളുടെ മുണ്ട് ഉടുക്കുന്നത്, പിടിക്കുന്നത്, നടപ്പില്, ഞാൻ അവിടെയെല്ലാം അതിനെ റൂട്ടഡ് ആക്കുന്നു, ഓതന്റിക് ആക്കുന്നു എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. ഇത് ചെയ്യുകയാണെന്ന് തോന്നാത്ത വിധത്തിൽ അത് അത്രയും സട്ടിലായിട്ട് സ്വാഭാവികമായിട്ട് ചെയ്യണമല്ലോ. ശരിക്കും ആ പറയുന്ന പിയൂസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു തരത്തിലും ജീവിതത്തില് സന്ദീപ് കാണാത്ത ഒരാളാണ്, കാണാത്ത കാലത്തെ ഒരാളാണ്. ഒരുപക്ഷെ സന്ദീപിന്റെ മാതാപിതാക്കളുടെയൊക്കെ തുടക്കകാലത്ത് കാണാനുള്ള ഒരാളാണല്ലോ. അപ്പൊ അത് ആ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു കൺവിക്ഷൻ, അതിന്റെ രീതി എങ്ങനെയാണ്? അറ്റയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും എനിക്ക് ആ ഒരു തോന്നി. ഇപ്പൊ ജിംഖാനയില് ശരിക്കും മസിലൊക്കെ വെച്ച് വന്നപ്പോ നമുക്ക് ആ കോൺഫിഡൻസ് വരും. ബോക്സർ ആണെന്നുള്ള ഒരു ഫീല് നമുക്ക്, പിന്നെ അതിന്റെ കോസ്റ്റ്യൂംസും ടൈറ്റ് ഒക്കെ ആവുമ്പോൾ നമുക്ക് നാച്ചുറലി അത് വരും. അതേപോലെ ഇതിൽ വരുമ്പോഴും മുണ്ടെടുക്കുമ്പോഴും ഈ പറയുന്ന ഷർട്ട് ഇട്ടപ്പോഴും ഷർട്ടൊക്കെ കുറച്ച് ടൈറ്റ് ആയിട്ട് ഇട്ടേക്കണം. മുടിയൊക്കെ ഇങ്ങനെ പറ്റ ചീവിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു സാധനമാണത്. ഇപ്പൊ ഞാൻ ഡിജിറ്റൽ ചേട്ടാ ഇങ്ങനെ കാക്കണുണ്ട്, കുറച്ച് സുന്ദരമായിട്ട് ഇങ്ങനെ മുടി വെച്ചാലാ എന്നൊക്കെ ചോദിക്കുമ്പോ പുള്ളി എടാ അത് വേണ്ട, അത് ഇങ്ങനെ മതി എന്നുള്ള രീതി പറയാം. അപ്പൊ ഞാൻ എല്ലാത്തരം പഴമയുണ്ടല്ലോ ഇതിൽ. നമ്മള് ചങ്കു മങ്കു തൊട്ട് കുറെ ഇത് പുതിയ എല്ലാം പഴയതാണ്, പക്ഷെ എനിക്കെല്ലാം പുതിയതാ. അപ്പൊ ഇതൊക്കെ എങ്ങനെയായിരിക്കും വരുന്നതെന്ന് എനിക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ ഇതെല്ലാം ഇട്ട് കണ്ണാടിയുടെ ഫ്രണ്ട് നിൽക്കുമ്പോ ഞാൻ ചിന്തിക്കും, ഓക്കെ ഇത് ഞാനല്ല, ഇത് ആരോ ആണ്. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാത്ത ന്യൂവാൻസസ് ഒക്കെ ഇട്ട് നോക്കാം. ഞാൻ റിയാലിറ്റിയിൽ ചെയ്യുന്നതല്ലാത്ത ന്യൂവാൻസസ് മാക്സിമം ഇട്ടിട്ട് ട്രൈ നോക്കാം. അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആർട്ടിലെ ചേട്ടന്മാര് ഇവർക്കൊക്കെ ആ ഏജും അറിയാം, പഴയ കാലഘട്ടം അറിയാം, ഇവർക്ക് ഇപ്പോഴും അറിയാം. അപ്പൊ അവരൊക്കെ കറക്റ്റ് ചെയ്തോളൂല്ലോ. അപ്പോ അങ്ങനെ കറക്റ്റ് ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസത്തിൽ പോയതാ. പക്ഷെ ആരും കറക്റ്റ് ചെയ്തില്ല. അത് അങ്ങ് പോയി, അത് ഫ്ലോയിൽ അങ്ങ് പോയി എന്നുള്ളത് ഉള്ളൂ. അത് എനിക്ക് എങ്ങനെ സംഭവിച്ചത് എനിക്ക് അറിയത്തില്ല അതെങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഇനി അങ്ങോട്ടാണെങ്കിലും പല സിനിമകൾ കിട്ടുന്ന സമയത്ത് ഈ പറയുന്ന അതിന്റെ ക്രിയേറ്ററുടെ, ഡയറക്ടറുടെ, റൈറ്ററുടെ, ടീമിന്റെ ബ്രീഫ് വളരെ പ്രധാനമാണല്ലോ. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. ഇപ്പം ഇതിലൊരു ലേണിംഗ് ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇപ്പം ആക്ടിങ് സ്കൂളിൽ നിന്ന് വരുന്നവരുണ്ട്, ഇടയ്ക്ക് ഈ മാസ്റ്റർ ട്രെയിനേഴ്സിനെ യൂസ് ചെയ്യുന്നവരുണ്ട്, ഒരു ക്യാരക്ടറിന് വേണ്ടി ഇനീഷ്യൽ ട്രെയിൻ ചെയ്യുന്നവരുണ്ട്, ഈ പെർഫോമൻസ് മെന്റേഴ്സിനൊക്കെ. ഇതില് സന്ദീപ് ഈ പറഞ്ഞ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഈ ക്രാഫ്റ്റ്മാൻമാർ, ഇപ്പം ദിൻജിത്ത് ആണെങ്കിലും ബാഹുലാണ്, നേരത്തെ മനുവാണ്, ഈ പല റഹ്മാൻ അടക്കമുള്ള പല ഫിലിം മേക്കേഴ്സിനെ അതിന്റെ ഒരു ലേണിംഗ് സ്കൂളായിട്ട് നിർത്തിയിട്ടാണല്ലോ ചെയ്യുന്നത്. അവിടുന്ന് ഒരു ലേണിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നു. ഇതിൽ നിന്ന് ഒരു ടെക്നിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പിടികിട്ടുന്നുണ്ടോ? എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്കെയർ ചെയ്യുന്നത് ക്ലാരിറ്റി ഇല്ലായ്മയാണ്. എനിക്ക് ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തുടങ്ങുന്നതിന് മുന്നേ, പക്ഷെ എനിക്ക് ക്ലാരിറ്റി അത് ചിലപ്പോൾ എൻ്റെ ഒരു പ്രശ്നം ആയിരിക്കാം, അല്ലായിരിക്കും. എനിക്ക്
ചില സമയത്ത് ചില സീനിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഷോട്ട് വെക്കണമെന്ന് എനിക്ക് അറിഞ്ഞാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പൊ ചില ഹൈ ഇപ്പൊ നോർമൽ പ്രധാനമാണ് നമ്മൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത്, പോർട്രയൽ ആണല്ലോ. അതെ, എന്റെ കേസ് മാത്രമല്ല, വേറെ ഒരാളുടെ സീൻ ആണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ എന്താ പറയാ ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ച് അപ്പൊ ഒരു സീക്വൻസ്, ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ആ പർട്ടിക്കുലർ സീക്വൻസിന് ഇങ്ങനെ ഷൂട്ട് ചെയ്താലായിരിക്കും നന്നാവുക എന്ന് എനിക്കും കേൾക്കുന്ന ഒരാൾക്കും തോന്നുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും, അല്ലെങ്കിൽ വായിക്കും എനിക്ക് തോന്നുന്നതായിരിക്കും. അപ്പൊ ഞാൻ നാച്ചുറലി ഇങ്ങനെ ആയിരിക്കുമോ ഷൂട്ട് ചെയ്യാന്ന് ഞാൻ ചോദിക്കില്ല. അപ്പൊ ഞാൻ ചോദിക്കും ഇതെങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യാന്നായിരിക്കും ചോദിക്കാം. അപ്പൊ അവര് പറയുന്നതും ഞാൻ മനസ്സിൽ കണ്ടതും തമ്മിൽ ഒരു 80% ഏകദേശം ഒരേതാണെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ആയി. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോലെ അല്ലാന്ന് വെച്ചോ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് വെച്ചോ. അപ്പൊ ഞാൻ ക്യൂരിയസ് ആവും, അതെന്താ അങ്ങനെ, എനിക്കെന്താ അങ്ങനെ തോന്നാത്തെന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ഞാൻ അതെന്താ ചേട്ടാ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ റീസൺ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവരൊരു ഉത്തരം തരുമല്ലോ. ആ ഉത്തരം ഡിറ്റർമൈൻ ചെയ്തിരിക്കും ഞാൻ പിന്നീട് അതിലേക്ക് പോണോ വേണ്ടോ എന്നുള്ളൊരു ഉത്തരം. അപ്പൊ ആ ഉത്തരം കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. ബാഹുലേട്ടൻ അങ്ങനത്തെ ആളാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ, ആ ചിന്തിക്കുന്ന ഉത്തരം ആയിരിക്കില്ല തരിക. ആ ചിന്തിക്കുന്ന ഉത്തരം തരാത്ത ആ ഉത്തരത്തിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയും നമ്മൾ ഇംപ്രസ് ചെയ്യുന്ന ഒരു ന്യൂവാൻസും ഉണ്ടാവും. അതിലാണ് നമ്മൾ ഇംപ്രസ്ഡ് ആവണേ. ഇപ്പൊ നമ്മൾ ചിന്തിക്കും ഇതിങ്ങനെയല്ല വരണ്ടേന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പൊ ചേട്ടത്തിയുടെ നമ്മൾ ശബ്ദം ഡബ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ഡബിങ് സ്റ്റുഡിയോ ഇരിക്കുക. അപ്പൊ എന്നെ വിളിച്ചിട്ട് ചേട്ടത്തിയുടെ ഡബ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് കേട്ടു എന്ന് പറയും. ഞാൻ ഇട്ടപ്പോഴേക്കും എന്റെ മനസ്സിൽ മാത്തി ചേട്ടത്തി കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുള്ള ഒരു കുറച്ചും കൂടെ ബേസ് ടോൺ ഉള്ള ഒരാളായിരിക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പ്ലേ ചെയ്തപ്പോ കരകരപ്പുള്ള ഒരു വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രായം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചർ ഉള്ള ഒരു സൗണ്ടിങ് ആണ് അതിന് പോയേക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നമുക്ക് പുള്ളിക്കാരി ഒരു ബോൾഡ് ലേഡി ആയത് കൊണ്ട് നമ്മൾ ബോൾഡ് ശബ്ദം വെക്കാത്തത് അങ്ങനെയാണോ ചിന്തിച്ചേ എന്ന് പുള്ളിക്കാരി അതുകൊണ്ടാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ ചോദിച്ചപ്പോ ബാഹുലേട്ടൻ പറഞ്ഞ ഉത്തരം, എടാ അത് നമുക്ക് ആ ഒരു സിമ്പത്തി ഫാക്ടർ ഉണ്ടല്ലോ, തുടക്കം തൊട്ട് ഒരു വീക്കായിട്ടുള്ള ശബ്ദം. അപ്പൊ നമ്മൾ ഒരു രീതിയിൽ ആ ചേട്ടത്തിന് നമ്മള് ഒരു രീതിയിൽ നമ്മള് എന്താ പറയാ ചിന്തിക്കില്ല. ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരിക്കും. കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ശബ്ദം, കുറച്ച് ബേസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രഡിക്റ്റബിളാ. അപ്പൊ ശബ്ദം തൊട്ട് തന്നെ അങ്ങനെ ഒരു വീക്ക്. അപ്പൊ പിയൂസ് സഹായിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. പിയൂസ് ആ ഒരു ഓമനത്വം കൂടെ കിട്ടും. അപ്പൊ ആ ഓമനത്വത്തില് മാസ് കാണിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡയലോഗുകൾ വരുമ്പോ അതിന് പ്രത്യേക ഒരു ടെക്സ്ചറിലേക്ക് വരും. അപ്പൊ അത് വർക്ക് ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ വെച്ചതെന്ന് പറഞ്ഞു. അത് ഞാൻ ചിന്തിച്ചതിന്റെ ഒരു 10 ഇരട്ടി മേളിലാണത്. അത് നമ്മൾ എടുക്കണം. അപ്പൊ നമ്മൾ ഇംപ്രസ് ആയി. ചില സാഹചര്യങ്ങൾ നേരെ തിരിച്ചാ. ചില കഥ കേൾക്കുമ്പോ നമ്മൾ ചിന്തിക്കും ഇങ്ങനെയല്ലേ വരണ്ടെന്ന് ചോദിക്കുമ്പോ അവർ അതിലും മോശമായിട്ടൊരു കാര്യമായിരിക്കും ചിലപ്പോ പറയുന്നത്. അപ്പൊ നമ്മൾ ടാലി ആയില്ല. അപ്പൊ നമ്മൾ രണ്ടും ചിന്തിക്കുന്ന അത് മോശമായതുകൊണ്ടല്ല, അത് നമ്മൾ ഇംപ്രസ് ചെയ്യിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ അവര് പറയുന്ന ആ ഉത്തരം നമ്മൾ ഇംപ്രസ്ഡ് ആവുന്നില്ല. അത് കുഴപ്പമില്ലല്ലോ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ അത് വർക്കാവാതിരിക്കാം, പക്ഷെ നമ്മൾ തമ്മിൽ അലൈൻമെന്റ് ഇല്ല. ആ അലൈൻമെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഏതൊരു മേക്കറിന്റെ കൂടെ ആണെങ്കിലും എനിക്ക് ആ ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചില സ്ഥലത്ത് ഇപ്പൊ ജിംഖാന സിനിമ, അതില് എനിക്ക് റഹ്മാനിക്ക് എങ്ങനെയായിരിക്കും മേക്ക് ചെയ്യാൻ പോണേന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ല, പക്ഷെ ട്രസ്റ്റ് ഉണ്ട്, കോൺഫിഡൻസും ഉണ്ട്. അത് റഹ്മാനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ, കാര്യം ഈ സിനിമ ഒരു ഫൈറ്റ് സിനിമയാണ്. തൊട്ട് മുന്നേ ചെയ്തവണ തല്ലുമാലയാണ്. അദ്ദേഹത്തിനോട് ഞാൻ പോയിട്ട് ഒരു ചെറിയ പോലും ഡൗട്ട് എന്റെ മൈൻഡിൽ വരേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അത് വരാനും പാടില്ല, കാര്യം ഞാൻ ആസ് എ ന്യൂ കമ്മർ ആണ്. അപ്പോ എനിക്കതൊരു ഡ്രീം കം ട്രൂ പ്രൊജക്ട് ആണല്ലോ. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നുള്ളതിന്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് ചിന്തിക്കാം. ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിരിക്കും എന്നുള്ളത്. പിന്നെ എന്റെ കോമഡി ഫാക്ടർ, ഈ ഒരു ഏരിയ, അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുള്ളൂ. അത് ഇപ്പം റഹ്മാനിക്ക പറഞ്ഞു തന്നില്ലെങ്കിൽ, കാര്യം അതിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മള് കഥ പറഞ്ഞപ്പോ ഒരുപാട് ലെയറുകളോ ഒരുപാട് കൗണ്ടറുകളോ അങ്ങനെ നിറഞ്ഞൊരു ക്യാരക്ടർ ആയിരുന്നില്ല എന്റെ. എല്ലാവരുടെയും ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് സ്പോട്ടില് നമ്മളെല്ലാവരുടെയും ഒരു എനർജിയിൽ വരുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. എന്റെ മാത്രമല്ല, എല്ലാ കോ ആക്ടേഴ്സിന്റെയും കാര്യം പറയണ കേട്ടോ. അപ്പൊ എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും ഞാനായിട്ട് പ്രസന്റ് ചെയ്താലേ അവരതിൽ ഇംപ്രസ്ഡ് ആവുകയും അത് സിനിമയിൽ വരികയും ചെയ്യത്തുള്ളൂ. അപ്പൊ എന്റെ സൈഡിൽ ഒരു ഹോംവർക്കും കൂടെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടാവും. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് ഇടാനുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു കാര്യം കൊണ്ടുവരാനുള്ള സ്പേസ് ഈക്വലി ഈസ് ഇമ്പോർട്ടന്റ് ടു ദം ഹാവിങ് ദ ക്ലാരിറ്റി. ഏതാണ് അവരെന്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ക്ലാരിറ്റിയും നമ്മൾ എന്താണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റിയും വരുമ്പോൾ ഒരു ടീം വർക്ക് സംഭവിക്കും. നമ്മൾ കംപ്ലീറ്റ്ലി ഒരാളിലേക്ക് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ചിലപ്പോൾ വരത്തില്ല.
അവര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്ത് നമ്മുടെ രീതിയിൽ പ്രസന്റ് ചെയ്യാം. നമ്മുടെ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ട് അത് വർക്കാവുന്നില്ല, അവരെ റിഫൈൻ ചെയ്ത് അതിലും മികച്ചതാക്കുവാണെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്തതിനേക്കാൾ മുകളിൽ പോവുക പെർഫോമൻസ്. അപ്പൊ ഈ ഒരു കൊളാബറേഷൻ ആണ് എപ്പോഴും വർക്ക് ആവേണ്ടത്. ഈ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടീമാണോ, ഈ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ക്രിപ്റ്റ് ആണോ, ഇത് മാത്രമാണ് ഞാൻ മെയിൻലി ചിന്തിക്കുന്നത് ഒരു സ്ക്രീൻ പ്ലേയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ. ഇപ്പൊ സ്ക്രീൻ പ്ലേ പറയുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, ഗംഭീര കമ്മ്യൂണിക്കേറ്റേഴ്സ് ഉണ്ടാവും, ഗംഭീര സ്റ്റോറി ടെല്ലർ ഉണ്ടാവും, നെരേഷൻ എന്നുള്ള രീതിയിൽ. എക്സിക്യൂഷൻ അനദർ തിങ്, വേറൊരു സാധനമാണല്ലോ. അവിടെ ക്രാഫ്റ്റ് കൂടിയാണല്ലോ അപ്ലൈ ചെയ്യേണ്ടത്. ഭയങ്കര വീക്കായ നെരേഷനും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റർ ആയിട്ടുള്ള ആളുണ്ടാവും, പക്ഷെ ക്രാഫ്റ്റ് ഗംഭീരമായിരിക്കും. പലരും പറയാറുണ്ട്, ലീഡ് ആക്ടേഴ്സ് ആയിട്ടുണ്ട്, അവിടെ ചിലപ്പോൾ പാളിപ്പോൾ ഗംഭീര സ്റ്റോറി കേട്ടിരുന്നു പോയി, പക്ഷെ എക്സിക്യൂഷന്റെ കാര്യത്തിൽ ഞാൻ അത് ക്രാക്ക് ചെയ്യാൻ പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താ? ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ആളുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ നിതീഷ് ഏട്ടൻ ഫാലിമി ബ്രില്യൻ നറേറ്റർ, റൊമാനിക്ക പറയേണ്ട ആവശ്യമില്ല, മനു എക്സ്ട്രാ ഓർഡിനറി നറേറ്റർ, പിന്നെ ബാബുലേട്ടൻ അറിയാലോ. അപ്പൊ ഞാൻ എല്ലാവരും എന്താണ് അവര് സംസാരിക്കണെന്നുള്ളതിന്റെ 100% ക്ലാരിറ്റി ഉള്ളവരോടാണ് ഭാഗ്യവശാൽ വർക്ക് ചെയ്യാൻ എനിക്ക് വരെ പറ്റിയിട്ടുള്ളത്. ഇനി ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് ഞാൻ മനുഷ്യന്റെ അടുത്തോട്ട് പറയാം. ഒരു കാര്യം ഉണ്ടല്ലോ, ഇതൊരു ക്യൂരിയോസിറ്റി ഫാക്ടർ ആയിരിക്കുകയാണ്. നമ്മുടെ തൊഴിൽ എന്നുള്ള രീതിയിലാണ് പോലും നമ്മളൊരു പ്രൊഫഷൻ എന്നുള്ള സമയത്തും ഒരു വിഷ്വലൈസർ പരിപാടിയാണല്ലോ ചെയ്തിരുന്നത്. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ AI ഒക്കെ വന്ന സമയത്ത് അതുകൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആളുകൾ ചെയ്യുന്നത്. ഒരു VFX ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ VFX ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ക്രിയേറ്റർ ഉണ്ട്, അവിടെ ഭയങ്കര ഇമാജിനേറ്റീവ് പരിപാടിയാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രാച്ചിൽ നിന്നൊരു സാധനം നമ്മുടെ ഭാവനയിലൂടെ കൂടി, ഭാവനയും നമ്മുടെ കയ്യിലുള്ള ടൂളും വെച്ചിട്ട് ഇത് ചെയ്യാണല്ലോ. ഫിലിമിന്റെ കാര്യത്തിൽ ഒരു ക്യാരക്ടർ പോർട്രേൽ അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെയും മൾട്ടി ഡയമെൻഷൻ ഉണ്ടല്ലോ, ഷൂട്ട് ചെയ്യുന്ന രീതി, എങ്ങനെ സ്റ്റേജ് ചെയ്യുന്നു എന്നൊക്കെയുള്ളത്. ശരിക്കും ഈ പറയുന്ന എക്കോ പോലത്തെ ഒരു സിനിമയുടെ കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ, എക്കോ സിനിമയിൽ നമ്മൾ കാണാത്ത പോർഷൻസ്, ഈ കുരിയച്ചൽ ഏരിയയൊക്കെ ഇപ്പോൾ ഭയങ്കര വിഷ്വലൈസേഷൻ ഒക്കെ വരുന്നുണ്ട്. ശരിക്കും ഈ ടോട്ടൽ ഡ്രാമ പറയുന്ന സമയത്ത്, കഥ കേൾക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ ഒക്കെ നടത്തുമോ? ഞാൻ പറഞ്ഞു, ഇത് കുറച്ചു കാലം ഈ പറഞ്ഞ തൊഴിൽ കൂടി ചെയ്തുകൊണ്ടുണ്ട്, അതിന്റെ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ശരിക്കും ഇതിലേക്ക് വരാറുണ്ട്? ഒരുപാട് അഡ്വാൻറ്റേജ്. എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് തോന്നുന്നു. കാര്യം എനിക്ക് സീനിന്റെ ഷോർട്ട് ഡിവിഷൻ വരെ എൻ്റെ മൈൻഡിൽ പോകും. കഥ പറയുമ്പോൾ എനിക്കറിയാം. കാര്യം നമ്മളിപ്പോൾ ഒരു സീൻ വെക്കുമ്പോൾ, ഇപ്പൊ VFX നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 3D ക്യാമറാസ് ഉണ്ട്, 3D ക്യാമറ ഉണ്ട്, 3D ലൈറ്റ് ഉണ്ട്, അതിന് ഷോട്ട് ഉണ്ട്. ഇപ്പൊ ഒരാൾ നടന്നു വന്നിരിക്കുന്ന ചെയറാണെങ്കിൽ നമ്മൾ അതിന് വൈഡ് ഉണ്ട്, അവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ. സിനിമ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു മിനിയേച്ചർ വേർഷനിലാണ് നമ്മൾ 3D പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത്. അപ്പോ ആ ഒരു ഷോർട്ട് ഡിവിഷൻ മൈൻഡിൽ ഓൾറെഡി ഉണ്ടാവും. അപ്പൊ സീൻ നറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇത് എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ മേളിൽ പോകുന്ന സിനിമകളുണ്ട്. അതല്ലാതെ 4 കാലി വീഴുന്ന രീതിയിലായിരിക്കുമല്ലോ നമ്മൾ ചിന്തിക്കുക. നമ്മൾ കഥ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതിങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പോവുക, അതിന്റെ താഴത്തേക്ക് പോവില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. ഇതുവരെ ദൈവഭാഗ്യവശാൽ ഇതുവരെ നമ്മൾ ചിന്തിക്കുന്നതിന്റെ മേളിലേക്കേ പോയിട്ടുള്ളൂ എല്ലാം. അപ്പോ ആ ഒരു കാര്യം ഉള്ളത് കാരണം വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമാണ്. സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പൊ പടക്കളത്തിന്റെ ഇന്റർവൽ സീക്വൻസ്, അത് കഥ പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇന്റർവൽ ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. അതായത് അപ്പൊ ഷാഹി സാറ് അപ്പൊ രഞ്ജിത്ത് സാർ എന്ന് പറയുമ്പോഴാണ് പടക്കളം എന്ന് പറയുന്ന മറ്റേ ട്രാക്ക് വരുന്നത്. അപ്പൊ ഞാനിത് മനുവിനോട് ചോദിച്ചു, എടാ ഇങ്ങനെ പറയുമ്പോ ആ പുള്ളിയിലേക്ക് ചാർജ്, ഇതിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ചാർജ്, അവസാനം എന്നെ കാണിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചാർജിലാണോ നീ ഉദ്ദേശിക്കണേ എന്നുള്ള ഇത് പറഞ്ഞപ്പോ, അതേടാ അതെ ഇതാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കണം, അവർ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ അലൈൻമെന്റ് നമ്മൾ മാച്ച് ആയി. അതൊക്കെയാണ് ശരിക്കും ഞാനും മനു തമ്മിൽ കണക്ട് ആവാൻ. പുതിയ ഡയറക്ടറാണ്. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഡിസ്കഷനിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറയണം കേട്ടോ. അപ്പൊ ആ നേരത്തെ ഞാൻ പറഞ്ഞ അലൈൻമെന്റ്, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഏകദേശം എവിടെയെങ്കിലൊക്കെ ടാലി ആവും. ചില കാര്യങ്ങൾ അവൻ സർപ്രൈസ് ചെയ്യും, അല്ലടാ നമ്മൾ ഇങ്ങനെയല്ല ഉദ്ദേശിക്കണേ, ഇങ്ങനെ ഒരു പരിപാടി പിടിക്കണം എന്ന് പറയും. ഇങ്ങനെ ഒരു പരിപാടി പിടിക്കുന്ന അത് ഞാൻ ചിന്തിച്ചതിലും മേളില. നമ്മളുടെ വിഷ്വലൈസറും അയാളുടെ അദ്ദേഹത്തിന്റെ വിഷ്വലൈസിങ് കൂടെ വരുമ്പോ രസമായിരിക്കും. അപ്പൊ എനിക്കും കൂടെ നേരത്തെ പറഞ്ഞില്ല, അതായത് ഇപ്പൊ കഥ പറയുമ്പോ നമ്മൾ അടിപൊളിയായിട്ട് പറയും, പക്ഷെ പടം എടുത്തു വരുമ്പോ എന്തായിരിക്കും അറിയത്തില്ല എന്ന്. അത് കഥ പറയുമ്പോ നമ്മുടെ മൈൻഡിൽ എങ്ങനെ എടുക്കുന്നു എന്നും കൂടെ കുറച്ചുണ്ടെങ്കിൽ നമുക്ക് ആ ചോദ്യങ്ങൾ നേരത്തെ ചോദിക്കാം, ഇങ്ങനെയായിരിക്കും എടുക്കണെന്ന്. നമ്മൾ വിഷ്വലൈസ് കൂടി ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിലല്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, നമ്മൾ ഈ അതിന്റെ 360 ഡിഗ്രി. അതെ, അഭിനയം മാത്രം ചിന്തിച്ചാൽ ചിലപ്പോൾ ഇത് വാളും. അപ്പൊ നമുക്ക് ഈ സീൻ മൊത്തത്തിൽ എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ആ ക്ലാരിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഷോട്ട് എങ്ങനെ വെക്കണം എന്നുള്ള ക്ലാരിറ്റി വേണം എന്നുള്ള കാര്യം. അപ്പൊ അത് ഞാൻ ചോദിക്കും, ചേട്ടാ ഇത് എങ്ങനെയായിരിക്കും എടുക്കുക ഉദ്ദേശിക്കുക, മൂഡ് എങ്ങനെയായിരിക്കും എന്ന് പറയുമ്പോ അത് പുള്ളി നറേറ്റീവല്ലോ, അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇവിടെ നിന്ന് ഒരു വൈഡ് വരുമ്പോഴേക്കും ഇങ്ങനെ പറന്നു പോവുക, ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇംപ്രസ് ആവും. അപ്പൊ നമ്മുടെ മൈൻഡിൽ വരുന്ന അലൈൻമെന്റിന്റെ ഏകദേശം സിമിലർ ആയിരിക്കാം, അല്ലെങ്കിൽ മേളിലായിരിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കാം, പക്ഷെ അത് ഇംപ്രസീവ് ആയിരിക്കാം. ഈ ഒരു സാധനം എനിക്ക് കിട്ടിയത് വളരെ യങ് ഏജിൽ തുടങ്ങിയ ഷോർട്ട് ഫിലിമുകൾ തൊട്ട്
വിഷ്വൽ എഫക്ട്സ് പഠിക്കാൻ പോയതും കൊണ്ടാണ്. ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നമുക്ക് ആർക്കും അറിയത്തില്ല എവിടെ അഡ്വാൻറ്റേജസ് കിട്ടുന്നത് എപ്പോഴും കരുതി. കാരണം ഒരു പെർഫോമർക്ക് ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യും കോമ്പൻസേറ്റ് അല്ലേ, അത് ഭാഗ്യം എല്ലാം ഒത്തുചേർന്ന് വന്നു. അത് ഞാൻ എപ്പോഴും ആലോചിക്കും. കാരണം അങ്ങനെ എക്കോയുടെ സാധനത്തിൽ പിന്നെ വരുന്നത് മുഴുവൻ ഇതിന്റെ വിഷ്വലൈസേഷൻ ആണല്ലോ. അതെ, ഓരോ ആളുകൾ അവരുടെ ഇമാജിൻ ഓക്കെ മാത്തിച്ചടുത്ത് ഇങ്ങനെയായിരിക്കും, ഇതായിരിക്കും ഡോഗ്സിന്റെ ഇത് എന്ന് പറയുന്ന ഒരു സംഗതി. പക്ഷെ എക്കോ ഞെട്ടിച്ചോട്ടാ. എക്കോ നമ്മളെ കൂട്ടത്തിലുള്ള ആർക്കും ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാം പ്ലേ ചെയ്തേക്കുന്നത്. ഷോർട്ട് ഡിവിഷൻ തൊട്ട് എല്ലാ ഷോട്ടും നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ്. നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഒരു ക്ലോസിൽ പോകേണ്ടതായിരിക്കൂലേ എന്ന് ചിന്തിക്കുന്ന സ്ഥലത്തായിരിക്കും വൈഡ് വെക്കുക. ഇപ്പൊ ഞാനും ചേട്ടത്തെയും ലാസ്റ്റ് മലയാളം മേളിൽ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന സീൻ ഒരു ടിപ്പിക്കൽ ഫിലിം മേക്കിംഗ് ആണെങ്കിൽ ആ ഡയലോഗ്സ് ഒക്കെ ഇന്റൻസാ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് വെച്ച് പോവാം. ടൈറ്റ് വെച്ചേക്കണ ആകെ റിയാക്ഷൻ ചേഞ്ച്, പിന്നെ ചില സാധനങ്ങളേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്നിട്ട് കുര്യച്ചൻ ആളെ കിട്ടിയോന്ന് പറയുമ്പോഴൊക്കെ ബാക്കില് ട്രാക്കിൽ പോവാ, അവരിയ്ക്കുന്ന ട്രാക്കിൽ പോവാണ്, മിസ്റ്ററിയിലേക്കാണ്. അതെ. അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ മേളിലാ. അതെന്തുകൊണ്ടാ? ഇതിന്റെ പാരലി നരേഞ്ചേട്ടന്റെ അവിടെ വേറെ ഒരു പാരലൽ ട്രാക്ക് പോകുന്നുണ്ട്. അപ്പൊ അതും ഒരു ഷോട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കും, നരേഞ്ചേട്ടൻ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഡയലോഗിന്റെ ഹാഫ് വേയിലാണ് നരേഞ്ചേട്ടന്റെ ഫേസ് കാണിക്കുന്നുള്ളൂ. അത് ബാക്കി പകുതി കാറിന്ന് വരുന്നത്. കാറിന്ന് വന്ന് ആ വിൻഡോയിലേക്ക് പോകുന്ന ഏരിയയിലാണ് നരേഞ്ചേട്ടൻ ആ ബാക്കി നറേഷൻ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ ഈ ഒക്കെ ഒരു ഇന്റലിജന്റ് സാധനമാണ് ശരിക്കും ആ മിസ്റ്ററിനെ ഹൈ ബിൽഡപ്പ്, ആ ബിൽഡപ്പ് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഇമ്പോർട്ടന്റ് ഡയലോഗ് നമുക്ക് ക്ലോസ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി. അപ്പൊ ഈ വക സാധനങ്ങളൊക്കെ എല്ലാം ഫ്രം എ ടു സി ബാഹുലേട്ടൻ ക്രാക്ക് ചെയ്ത് പോയ ഒരു സിനിമാറ്റോഗ്രഫിയാണ് എക്കോന്റെ. വെരി ബ്രില്യന്റ് എന്ന് വേണം പറയാൻ. വേറൊരു കാര്യം ഉണ്ടല്ലോ സന്ദീപ്, ഇപ്പം സന്ദീപാണ് എന്നെ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് എക്കോ കാണാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് വോയിസിൽ എനിക്ക് മനസ്സിലാക്കുന്നത് ഇതിലൊരു കോൺഫിഡൻസ് ഉണ്ട് ആ ക്രാഫ്റ്റില്, ആ സിനിമയില് മുടിഞ്ഞ കോൺഫിഡൻസ് ആയിരുന്നല്ലോ. ഇപ്പം ഞാൻ പടം കാണുമ്പോഴും ഇത് തിയേറ്ററിൽ ഈ തിയേറ്ററിൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു. കാരണം ഇതൊരു ഭയങ്കര എക്സ്പെരിമെന്റിൽ ഈ വർഷത്തിൽ ഏറ്റവും ധീരമായ പരീക്ഷണം എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് ഗംഭീര സിനിമ ഉണ്ടാക്കി എന്ന് പറയാം. പക്ഷെ ഓഡിയൻസ് ഇത്രയും സെലിബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബുക്ക് മൈ ഷോ എടുക്കുമ്പോൾ ഇത്രയും ഗ്രീൻ വരും, അല്ലെങ്കിൽ ഇങ്ങനെ ടിക്കറ്റിൽ ട്രെൻഡിങ് ആവും, അല്ലെങ്കിൽ ഇത്രയും സക്സസ്ഫുൾ, അതായത് ഒരു പാക്ഡ് ഓഡിയൻസിലേക്ക് എല്ലാ ദിവസവും, അതായത് മൗത്ത് ടു മൗത്തിൽ ഇതിങ്ങനെ കയറി പിടിക്കും എന്നുള്ള സംഗതി എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ആളുകൾക്ക് സർപ്രൈസ് ആയിരുന്നു. തിയേറ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ ട്രസ്റ്റ് എന്തായിരുന്നു ശരിക്കും? അതിന് മുന്നേ എനിക്ക് പറയേണ്ട ഒരു കാര്യം, ക്യൂ സ്റ്റുഡിയോന്റെ നമ്മള് പ്രീ പ്രൊമോഷൻ, ഐ മീൻ പ്രീ റിലീസ് ഇന്റർവ്യൂസിന് ഞാൻ ഒരു റാപ്പിഡ് ഫയറിന് ഞാൻ എടുത്ത് 3 സിനിമ റെപ്രസെന്റ് ചെയ്യുന്ന, ഇന്ത്യയിലെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിനിമ ഏതായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 21-ാം തീയതി തൊട്ട് എക്കോ ആയിരിക്കും 3ാമത്തെ സിനിമ എന്ന് ഞാൻ പറയണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ഈ സിനിമ അടിക്കും. അത് എത്ര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് റേഞ്ചിൽ അടിക്കും, എങ്ങനെ അടിക്കും എന്നുള്ള കാര്യത്തില്ല. ദിസ് ഈസ് എ മൂവി ദാറ്റ് പീപ്പിൾ വിൽ ടോക്ക് എന്നുള്ള കാര്യം എനിക്ക് 200% ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കൊമേഴ്ഷ്യൽ ഫാക്ടർ എനിക്ക് അറിയത്തില്ല, അതെനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, ഫെമിലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്ര അടുത്ത് നിൽക്കുന്ന ഫിലിം മേക്കേഴ്സിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ അടിച്ച നമ്മള് ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഒരു സിനിമയും ചെയ്യരുത്. നമ്മള് സ്ക്രീൻ പ്ലേ, നമ്മളെ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രീൻ പ്ലേ ഒരു 10 പ്രാവശ്യം വായിക്കേണ്ടി വരും. അതായത് അത് ഓഡിയൻസ് വളർന്നു എന്നുള്ളത്, എക്കോ വിജയിച്ച പ്രേക്ഷകരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എക്കോ ഇത് വിജയിച്ച ഓഡിയൻസിനെ നമ്മൾ ഇത് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാര്യം ഇത് ഈ ഓഡിയൻസിനെ വർക്കാവുള്ളൂ, അങ്ങനെ ഒരു സാധനം ഇനി ഉണ്ടാവില്ല. എന്തും നല്ല കണ്ടന്റ് ആണെങ്കിൽ പോകും എന്നുള്ളൊരു വിശ്വാസം ആസ് എ ഫിലിം മേക്കേഴ്സ് എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് എക്കോ എന്ന് ഞാൻ പറഞ്ഞു. അത് അടിച്ചു കഴിഞ്ഞപ്പോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ നമുക്ക് ഇപ്പോഴും ആ ട്രസ്റ്റ് വന്നു. നേരത്തെ ആ ട്രസ്റ്റ് ഒന്ന് മലയോര ഏരിയ, ഇത്രയും ഹെക്ടിക് സ്കെഡ്യൂള്, സ്റ്റാർ കാസ്റ്റ്, അങ്ങനെ വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ പേസ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ എല്ലാരും പറഞ്ഞ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുവോ, അടുത്ത ഹാപ്പനിങ് വരില്ലേ എന്ന് പറഞ്ഞെടുത്ത ഇങ്ങനെ ഒരു പേസിലേക്ക് ബാബുലേട്ടൻ പറയും ഇന്റർവെല്ല് ഒരു 5 മിനിറ്റ് ലാഗ് ഇടും. കാര്യം പോപ്കോൺ ഒക്കെ കഴിച്ച് വന്ന് ഇരുന്ന് കണ്ടിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഇന്റർവെല് കഴിഞ്ഞുള്ള ഫസ്റ്റ് 5 മിനിറ്റ്സ്. പക്ഷെ ബാബുലേട്ടൻ പറയണ അത് വേണ്ട, പടം കാണണമെങ്കിൽ നേരത്തെ വന്നിരുന്ന് കാണുക, അതിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ആ ഒരു അപ്രോച്ച് ശരിക്കും ഒരു ആത്മാർത്ഥതയാണ്. ഒരു ഫിലിം മേക്കറിന് ഫിയർലെസ് അപ്രോച്ച് ആണ്. ആ ഫിയർലെസ് അപ്രോച്ച് അക്സെപ്റ്റ് ചെയ്യുന്ന ഓഡിയൻസ് വന്നു തുടങ്ങി. അവര് അപ്ലിഫ്റ്റ് ആയി തുടങ്ങി. അവരിപ്പോ ചോദിക്കും, നേരത്തെ വന്ന പോപ്കോൺ ഇത് എന്താണ് 5 മിനിറ്റ്, നമ്മൾ നേരത്തെ വന്നിരുന്നിട്ട് 5 മിനിറ്റ് ലാഗ് ഇടണമെന്ന് അവര് ചോദിക്കുന്ന ലെവലിലേക്ക് ഓഡിയൻസ് വളർന്നു. അപ്പൊ നമ്മൾ ഒരിക്കലും ഇനി ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ശരിക്കും മനീഷനെ പോലെ ഞാനും സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്. എക്കോന് ഒരു 50 crore എന്നൊക്കെ പറയുമ്പോൾ ഞാൻ
അങ്ങനെയൊന്നും ഞാൻ No, 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 സ്വപ്നം no, കണ്ടിട്ടില്ല. no. പക്ഷെ അല്ല, ഏറ്റവും സക്സസ്ഫുൾ ആയ പടം കൂടിയായി പടങ്ങളിലൊന്നായി മാറുക എന്ന് പറയുന്നത് കൂടി ഒരു ഭയങ്കര ഫാക്ടറാണല്ലോ. അതെ അതായത് അതെ നിരൂപക പ്രശംസയുടെ അതേ അളവിൽ കൂടി തിയേറ്ററിനെ കൂടി കാറ്റർ ചെയ്യുക എന്നുള്ളത് അപൂർവതയാണല്ലോ. അതെ അതെ അതെ. അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ വന്നു. എനിക്കും ഉം. വന്നു, ഫിലിം മേക്കേഴ്സിനും വന്നു, കൂടെയുള്ള ഫ്രണ്ട്സിനും ഉം. എല്ലാവർക്കും ഇത് വന്നു എന്നുള്ളത് ഞങ്ങളെയും സംബന്ധിച്ച ഒരു പുതിയ ഉം. നോളജ് ആണ്. താങ്ക്സ് ടു വ്യൂവേഴ്സ്, താങ്ക്സ് ടു ദ ഓഡിയൻസ്. അതാണ് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ചോദിച്ചത്, സന്ദീപ് സ്കൂള് മുതൽ കണ്ട സ്വപ്നത്തിനൊപ്പം യാത്ര ചെയ്യുന്നത്. അതായത് ഇപ്പം സ്കൂളിനേക്കാൾ താല്പര്യം കാണിച്ച, പഠിത്തത്തിനേക്കാൾ താല്പര്യം കാണിച്ച ഒരു പ്രൊഫഷൻ, സ്വപ്നം, അതിന്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. എനിക്കൊന്ന് നമ്മൾ നോക്കി അറിയാം. ഇപ്പം പല ആളുകൾ, ഞാനൊരു കമ്പാരിസൺ എടുക്കുമ്പോൾ, ഒരു സമയത്ത് നമ്മളൊരു ഏറ്റവും ഒരു 20കളിൽ മോഹൻലാൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, 20കളിൽ പൃഥ്വി പറയുന്നുണ്ട്. അതിൽ പൃഥ്വിയെ സംബന്ധിച്ചോളം അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ, 20-ാം വയസ്സിൽ പുള്ളി ഒരു വലിയ ഡ്രീം ഷെയർ ചെയ്യുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ അത് അച്ചീവ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്യാനുള്ള ആഗ്രഹം അതെ. എന്നുള്ളത്. ശരിക്കും അങ്ങനെ ഒരു പ്ലാൻ ആൻഡ് ലൈനപ്പ്, ഇപ്പം അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ എന്ത് അച്ചീവ് ചെയ്യാനാണ് സന്ദീപ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ, സന്ദീപിന് അങ്ങനെ ഒരു മുന്നോട്ട് പോക്കിനെ കുറിച്ച് കുറച്ചുകൂടി നല്ല പ്ലാനിലാണോ നിൽക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും പ്ലാൻ ഉണ്ട്. എന്തായാലും ഒരു എന്താ പറയാ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെങ്കിലും അതിന്റെ എക്സ്ട്രീം ആഗ്രഹിക്കണം എന്നാണ് എല്ലാരും പറയാ. അതിന്റെ ഏറ്റവും എക്സ്ട്രീം എന്താണോ അത് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോ. അത് എത്രത്തോളം അതിന് ഒരു ഒരു എന്താ പറയാ, ഒരു ഇന്നത് ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആക്കിയിട്ടില്ല ഞാൻ ഇതുവരെ. അതിന് നമുക്ക് കിട്ടിയ ഒരു സ്പേസ്, ആ സ്പേസിന്റെ ഏറ്റവും പൊട്ടൻഷ്യൽ എത്രയാണോ അത്രയും നമ്മൾ ട്രൈ ചെയ്യാം. അത് എവിടം വരെ കൊണ്ടോ അത് എവിടെ എത്തിക്കുന്നു എനിക്കിപ്പോ അറിയത്തില്ല. എണ്ണിപ്പറയാന്നുള്ളതിനേക്കാളും എണ്ണാതെ പോവാ. പക്ഷെ എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അതിനായിരിക്കണല്ലോ എയിം. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡ്രൈവില്ല. അപ്പൊ എപ്പോഴും എനിക്ക് രണ്ടാമത് പോവാനാണ് ഇപ്പൊ കൂടുതൽ ഇഷ്ടം. ഒന്നായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. രണ്ടായ ഒന്നിലേക്ക് ഉള്ള ഒരു ഓട്ടം കിട്ടുമല്ലോ. ആ ഓട്ടം എപ്പോഴും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ. ഒരു കാര്യം ഇവിടെ ഉണ്ടല്ലോ, ഇപ്പം എക്കോയുടെ സക്സസിന് ശേഷം തൊട്ടടുത്ത പടം അനൗൺസ് ചെയ്യുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ കൂളായിട്ട് ഞാൻ പറയുന്നത്, ഇപ്പം ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മേൽ സക്സസ്, അതിനേക്കാൾ അക്സെപ്റ്റൻസ്. ഇപ്പം ഫാലിമി കഴിഞ്ഞിട്ട് ഫാലിമിയിൽ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുന്നിടത്തുനിന്ന് അടുത്ത സിനിമ പറയുമ്പം സന്ദീപ് അല്ലേ എന്ന് ചോദിക്കുന്നു. അടുത്ത വരുമ്പോൾ സന്ദീപ് പ്രദീപ് അല്ലേ ഈ സിനിമ കണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ ചുറ്റും കൂടുന്നവർ, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ, നമ്മളുടെ അടുത്ത് കഥയായിട്ട് ഇടുന്നവർ, നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയാണ്. അതിപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, എക്കോടെ തിയേറ്റർ വിസിറ്റിന് പല വിഷ്വലും ഞാൻ കാണുന്ന സമയത്ത് അവിടെ ഒരു എന്താ പറയുക, സ്റ്റാൻഡിങ് ഒവേഷൻ ഒരു പടത്തിന് കൊടുക്കുകയാണ്. ഒരു പടത്തിനോട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ പടം ഞങ്ങൾക്ക് തന്നല്ലോ എന്നുള്ളത് ആ സ്നേഹപ്രകടനമാണ് വരുന്നത്. ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ ത്രൂ ഔട്ട് ജേർണി കണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഭയങ്കര ഇമോഷണൽ ആയി പോയിട്ടുള്ള ആളുകളായി നിങ്ങൾ തിയേറ്ററിൽ ക്യാരക്ടറിന് നേരെ എതിർവശത്ത് ഈ പറയുന്ന പെർഫോമൻസ് പോയിരിക്കുന്ന സമയം കണ്ടല്ലോ. അങ്ങനൊരു സമയത്താണല്ലോ നടക്കുന്നത്. ഞാൻ അതൊരു വേറെ തരം എക്സ്പീരിയൻസിലൂടെയുള്ള ട്രാവലാണ്. അപ്പം ഒരു പുതിയ പടം, ഒരു പുതിയ സംഗതി എത്തുന്ന സമയത്ത് ഈ ഫെയിം, ഈ പറയുന്ന മറ്റേ നമുക്ക് ചുറ്റും കൂടുന്ന ആളുകൾ എന്നുള്ള സ്ഥാനത്ത് ഇത് ഞാൻ ഈ പ്രായത്തിൽ ഇത് മാനേജ് ചെയ്യപ്പെടുക എന്നുള്ളത് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള സംഗതിയായിട്ടുള്ള, അവിടെ എവിടെയും ടെൻഷൻ വരുന്നുണ്ടോ? അതൊരു തിൻ ലൈൻ ആണ് ആക്ച്വലി. അത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്ന ഏരിയ, ഈ ഒരു ഫേസിലാണ്. ഉറപ്പായും ചിലപ്പോ നമുക്ക് അത് എങ്ങനെയാന്ന് എനിക്കും അറിയത്തില്ല. ഞാനത് ഫിഗർ ഔട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. അതെ, ഒരുപാട് എനിക്ക് തോന്നുന്നത് ഈ ജനറേഷൻ, പലതരത്തിലുള്ള ജനറേഷൻ സംഗതി വരുന്ന സമയത്ത് ഇത് നേരെ തിരിഞ്ഞും വരും. വിളിച്ചാൽ കിട്ടാത്ത ആളാണ് സന്ദീപ്, ആക്സസിബിൾ അല്ലാത്ത ആളാണ്. ഇപ്പം സന്ദീപ് ഒരു 50 ദിവസം ഫോൺ മാറ്റി വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പോയാലും സന്ദീപ് വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഓരോ തരത്തിലുള്ളൊരു സംഗതി വരാം എന്ന് പറയുന്ന സാധനം, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കൂടി ഒരു കുറച്ചുകൂടി ആക്റ്റീവായ സിനാരിയോ വരുന്ന സമയത്ത് ഭയങ്കര സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേണ്ട ഒരു സിനാരിയോ വരും. തീർച്ചയായിട്ടും അത് ബൈ പ്രൊഡക്റ്റ് ആണ് ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. കാര്യം നമുക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ, ഞാനും പണ്ട് ആലോചിച്ചിട്ടുണ്ട് ആ ഫോൺ എടുക്കാൻ ഇത്ര പാട്. പക്ഷെ ചില സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാവും അത്. ഇപ്പൊ ഏറ്റവും എളുപ്പം എക്കോന്റെ പ്രൊമോഷൻ നമുക്ക് നിന്ന് തരിക സമയം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് ഫോൺ ഉണ്ടാവൂല,
നമ്മൾ ഓടി നടക്കുമായിരിക്കും, ഫ്ലൈറ്റിലായിരിക്കും, നമ്മൾ ട്രാവൽ തിയേറ്റർ വിസിറ്റ് എന്ന് പറയുമ്പോൾ വേറെ സമയത്ത് അതെ. ഒരു ഡേ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മൊമെന്റ് ഇല്ല. അപ്പോഴേക്കും ഉറക്കം എത്തിലേക്ക് പോകും. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ദിവസങ്ങളായിരിക്കും. ഈ സെറ്റ് ഓഫ് ദിവസങ്ങളിലായിരിക്കാം ചിലപ്പോൾ ഇമ്പോർട്ടന്റ് കോൾസ് വരാതിരിക്കാം. ഈ വരുന്ന കോളുകൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറേഞ്ച് ചെയ്യാൻ നമുക്ക് കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരും. ഓർഗനൈസ് ചെയ്യാൻ ദിവസങ്ങൾ വേണ്ടി വരും. ആ ദിവസങ്ങൾ ഇൻ കേസ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങൾ അടുത്തൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാം പോയി. അത് മാനേജ് ചെയ്യാൻ നമുക്ക് ഒരാളെ ഹെൽപ്പിന് വെക്കാം. അങ്ങനെ ഇപ്പോ എനിക്ക് കൂടെ ഒരാളുണ്ട്. അപ്പോ മിസ്സാവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കോളുകൾ കാര്യങ്ങള് അല്ലെങ്കിൽ ഈ പറയുന്ന വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുത്താതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത് എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു പരിധി വരും. അത് നമ്മൾ വിളിച്ച് അപ്പോളജൈസ് ചെയ്ത് മാനേജ് ചെയ്ത് പോവാന്നല്ലാതെ നമുക്കൊന്നും 75% ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കയ്യിലുള്ളൂ. അതെ, അത് എനിക്ക് തോന്നുന്നു അവർക്കും കുറെ പേർക്ക് മനസ്സിലാവും. ചില എന്നിരുന്ന് ഞാനിപ്പോ മറ്റേ വൺ ബിസി ആണെന്നൊന്നും അല്ലാട്ടോ ഞാൻ എനിക്ക് ചെറിയ ഇപ്പൊ ഒരു കുറച്ച് സമയത്തിൽ എനിക്ക് ചെറിയൊരു വ്യത്യാസം വന്നു എന്ന് തോന്നുന്നത് ഈ ഒരു മാനേജിങ് ഇഷ്യൂ ചെറുതായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. അത് ഇമ്മീഡിയറ്റ്ലി തന്നെ അത് സോർട്ട് ചെയ്യാനുള്ള പരിപാടി ഞാൻ കണ്ടെത്തും. അതിനൊരു പ്രൊഫഷണൽ വേ ഉണ്ട്. അതെ, അതാണ് മെയിൻലി ഉള്ള ഒരു ചേഞ്ച് ഓവർ എന്ന് പെട്ടെന്ന് പറയാനുള്ളത്. ഇപ്പൊ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് മിന്നൽ മുരളിക്ക് ശേഷം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ അവരുടെ സൂപ്പർ ഹീറോ സെഗ്മെന്റിലേക്ക് അനൗൺസ് ചെയ്തൊരു പ്രധാനപ്പെട്ട പടമാണ്. സൂപ്പർ ഹീറോ സെഗ്മെന്റ് അല്ല, ഇതൊരു ഫാന്റസി സിനിമയാണ്. കംപ്ലീറ്റ്ലി ഒരു എന്റർടൈനർ, ഫാന്റസി ചില്ല് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിനിമയാണ്. ഒരുപാട് കഥാപരമായി എക്കോനെ പോലെ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമ, ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫാന്റസി സിനിമയാണ്. ഹെയർകപ്പ് വെട്ടും, പ്രൊമോഷൻസ് വരെ എന്റെ അടുത്ത് തുടരുത് എന്ന് പറഞ്ഞേക്കണ കാരണം ഇങ്ങനെ നടക്കുന്നതാണ്. ഞാനിത് എക്കോയ്ക്ക് മുന്നേ കമ്മിറ്റ് ചെയ്താട്ടോ. എക്കോ റിലീസിന് മുന്നേ എക്കോ ഷൂട്ട് കഴിഞ്ഞു. ഇത് ഭയങ്കര രസമുള്ള സാധനമാണല്ലോ ഈ പടത്ത് എല്ലാം. ഇതിന് തൊട്ട് അന്താക്ഷരിയിൽ നിന്ന് വരുന്ന കോളാണ് ഇതിലേക്ക് അല്ലേ? തൊട്ട് മുന്നത്തെ പടത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ചെയ്യുന്നത്. എക്കോ അന്ന് ഇറങ്ങിയിട്ടില്ല. ഇത് കമ്മിറ്റ് ചെയ്തപ്പോ പടക്കളം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ പടക്കളത്തിന് ശേഷം കമ്മിറ്റ് ചെയ്ത സിനിമയാണ് ഇത്. എക്കോന്റെ സമയത്തിന് കമ്മിറ്റ് ചെയ്ത സിനിമയാണ്. എക്കോ കഴിഞ്ഞ് കമ്മിറ്റ് ചെയ്ത സിനിമയാണ് കോസ്മിക് സാൻസർ. അപ്പൊ ഇനിയിപ്പോ ഇമ്മീഡിയറ്റ്ലി തുടങ്ങും. 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും സിനിമ. നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിത് കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്റെ കുട്ടി ഫാൻസ് അവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് കുറെ കുഞ്ഞു പിള്ളേര് വന്നിട്ട് ഒരു പോയിന്റിൽ എന്റെ അടുത്ത് മാമ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്താ നന്നായിരിക്കൂലേ ഇതൊക്കെ പറഞ്ഞ 1-2 കാര്യത്തിൽ എനിക്ക് അലൈൻഡ് ആയിട്ട് തോന്നിയ ഒരു സ്ക്രിപ്റ്റ് വന്നു. സന്ദീപിലെ മറ്റൊരു മൂവി ബഫും ഇതെല്ലാം കൂടി നേരത്തെ പറഞ്ഞ സാധനം അവിടെ വിജയ് പോക്കിരിയുണ്ട് എല്ലാം അതിന്റെ ഒക്കെ ഉള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എവിടെയൊക്കെയോ എനിക്കും കണക്ട് ആയി. ഞാൻ നേരത്തെ പറഞ്ഞ ഓവർ തിങ്കിങ് ഒന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അബി ഈ പറയുന്ന അഭിജിത്ത് ജോസഫ് ആണ് ഡയറക്ടർ, ജോൺ ലൂതറിന്റെ ഡയറക്ടറാണ് അദ്ദേഹം. ഞാൻ അടുത്തത് കണ്ടുമുട്ടിയ അനദർ ബ്രില്യൻ നറേറ്റർ ആണ്. വീഴ്ത്തി കളയും സംസാരിച്ച്. എഡിറ്റർ കൂടിയല്ലേ? പുള്ളി എഡിറ്റർ എനിക്കറിയില്ല, എഡിറ്റിങ്ങിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ പുള്ളി ബ്രില്യന്റ് ആയിട്ട് നറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ഒരു ഫൺ മൂവിയാണ്, കുട്ടികൾക്ക് എസ്പെഷ്യലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി ഒരു ഫൺ മൂവി കാണാം എന്നുള്ള രീതിയിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും കോസ്മിക് സാൻസ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഷൂട്ടിന് മുന്നേ. അതെ, ഇപ്പോ ഒരു ആക്ടർ സ്റ്റാർഡം ഇത് ഒരേപോലെ മാനേജ് ചെയ്യപ്പെടേണ്ട ഒരാളാണ്. നമ്മൾ ഈ നേരത്തെ ബാങ്കബിൾ എന്ന് പറയുന്നത് നമ്മളെ വെച്ചൊരു പടം പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ സ്കെയില് ബജറ്റൊക്കെ അത് കൂടുതൽ സ്കെയിലബിൾ ആവുന്ന രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഏത് രീതി സക്സസ് ആവണം എന്നുള്ള ഇത് ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു മിക്സ്ചർ ആണല്ലോ തുടർന്നങ്ങോട്ട് കൊണ്ടുപോകേണ്ട സമയത്ത്. അപ്പൊ ഇനി ഈ പടത്തിന് ശേഷം ഈ പടം അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെ ക്രാഫ്റ്റിൽ ട്രസ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണോ? അല്ല, ബഡ്ജറ്റ് ഇമ്പോർട്ടന്റ് ആട്ടോ. കാര്യം നമ്മളെ വെച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് സേഫ് ആക്കാം എന്നുള്ള ഒരു ബോധം നമുക്കും ആസ് ആൻ ആക്ടർ വേണം. അപ്പൊ അതിന്റെ ഒരുപാട് മേളിലേക്ക് പോയി ഞാനൊരു ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം അത് കളക്ട് ചെയ്ത് എത്തണം. അത് പിന്നെ നമുക്ക് അത് നല്ല സിനിമയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം കൊമേഴ്ഷ്യലി അത് ഫീസിബിൾ ആയില്ലെങ്കിൽ അത് ഒരുപാട് പേർക്ക് ഡിസപ്പോയിന്റഡ് ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു ബാലൻസ് എപ്പോഴും കണ്ടെത്തണം. അപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്ന സിനിമകൾ എന്നെ വെച്ച് ചെയ്യുമ്പോൾ അത്
പ്രൊഡക്ഷൻ വൈസും അത് കുഴപ്പമില്ലാതെ റിട്ടേൺ വരുന്ന രീതിയിലുള്ള ഒരു സ്കെയിലിലായിരിക്കും മോസ്റ്റ്ലി ഞാൻ പ്ലാൻ ചെയ്യുക. അങ്ങനെ അവരോടും ഞാൻ ഇനി വരുന്നവരോടും പ്ലാൻ ചെയ്യാൻ പറയത്തുള്ളൂ. അല്ലാതെ എടുക്കാത്ത പൊങ്ങാത്ത സാധനം എടുത്തിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോ പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് ഗുഡ് ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഗുഡ് പ്രൊഡക്ഷൻ അംബ്രലയില് വരുന്ന രീതിയിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. അത് ഒരു ഭാഗ്യം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലക്ഷറിയാണ്. അതുകൊണ്ട് ഒരുപാട് നമുക്ക് കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല. നാച്ചുറലി അതൊക്കെ സംഭവിച്ചു പോകുന്നുണ്ട്. വീക്കെൻഡ് ആണെങ്കിലും ഇപ്പൊ എല്ലാവരും അതിനനുസരിച്ചുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും ആ ഒരു സ്കെയിലൊക്കെ നോക്കി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. സോ ഇതുവരെ എല്ലാം നന്നായിട്ട് പോകുന്നു. വേറൊരു കാര്യം തോന്നിയിട്ടുള്ളത്, ഇപ്പം ജിംഖാനയിലാണെങ്കിലും പടക്കളത്തിൽ ഈ ക്യാരക്ടർ സ്വാപ്പിന്റെ കാര്യത്തിലാണ് ഒരു ഏജ് ബാരിയർ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സന്ദീപിന്റെ ആക്ച്വൽ ഏജിലുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ആ ഏജിനെ, ഇപ്പൊ നമ്മൾ പടക്കളത്തിൽ നോക്കിയാണ് സന്ദീപിന്റെ ഏജിനോട് കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടർ ചെയ്തു. പക്ഷെ ആ സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇരട്ടിയുള്ള ഒരു ഏജിലേക്ക് പോകുന്നൊരു സംഗതിയുണ്ട്. ഇപ്പം പിയൂസിനെ നോക്കിക്കഴിഞ്ഞാൽ പിയൂസിന്റെ ആക്ച്വൽ ഏജ് എന്ന് പറയുന്നത് അങ്ങനെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന സിനാരിയോയിലല്ല. ഒരു പയ്യൻ എന്നുള്ള ബ്രാൻഡ് അവിടെ നിൽക്കുന്നു, എന്നാൽ പോലും ആ അങ്ങനെ ഒരു ഏജ് എന്ന് പറയുന്ന സിനാരിയോ സന്ദീപിന്റെ ഏജിലാണ് ക്യാരക്ടർ പ്ലേസ് ചെയ്യുന്നെങ്കിലും ഒരുപാട് മുതിർന്ന അല്ലെങ്കിൽ ഒരുപാട് മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടറിലേക്ക് വരുന്നുണ്ട്. അതൊരു തുടർച്ചയിൽ ഒരു ഭയങ്കര കൗതുകമുള്ള സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഏജ് അല്ല ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്ന ലൈഫ് എക്സ്പീരിയൻസ്. ഇപ്പൊ പടക്കളത്തിൽ സ്വാപ്പ് ആവുമ്പോ രഞ്ജിത്ത് എന്തൊക്കെ കടന്നാണ് വന്നത്. രഞ്ജിത്ത് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അയാൾ എന്ത് ഉദ്ദേശത്തിലായിരിക്കും ബോർഡും കൊണ്ട് കോളേജിൽ വന്നത്. അപ്പൊ അങ്ങനത്തെ മൈൻഡ് വർക്ക് ഉണ്ടല്ലോ, അത് അയാളുടെ എക്സ്പീരിയൻസ്, അയാളുടെ പാസ്റ്റ് ലൈഫ്. അതാണ് പ്രായത്തെക്കാൾ അതൊരു ക്യാരക്ടർ പോർട്രേറ്റിൽ വളരെ പ്രധാനമാണ്. എത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അയാൾ എന്തിനാണ് ഇവിടെ വന്നിട്ടുണ്ടാവുക, അയാൾ അപ്പൊ എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടോ. അപ്പൊ ആദ്യം അയാൾ കുറച്ചുകൂടി ഫണ്ണിയാണ്. ബോർഡ് അയാളുടെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ അയാൾ വേറൊരാളുടെ ശരീരത്തിൽ വന്നു. അയാൾക്ക് ഇനി ഫണ്ണി ആവേണ്ട ആവശ്യമില്ല, അയാൾക്ക് വേറെ ഒന്നും കാണിക്കാനില്ല. അപ്പൊ അയാളുടെ റിയൽ ഇന്റൻഷനിൽ തന്നെ ഇരിക്കുന്നത്. അയാൾ അപ്പൊ റൂഡാവും. പ്രായം പുറമേക്കാണ്, അകമേക്കുള്ളതാണ് എക്സ്പീരിയൻസ്. അകമേക്കാണ് എക്സ്പീരിയൻസ്. നമ്മൾ പ്ലേ ചെയ്യുന്നത് അകമേയുള്ള പ്രായം. നമ്മൾ ഭയങ്കര രസമുള്ള ഒബ്സർവേഷനാണ്. എനിക്ക് പ്രായം ഞാൻ നമ്പേഴ്സ് ചിന്തിക്കാറില്ല. എക്സ്പീരിയൻസ് ഇയാൾ എന്തൊക്കെ കടന്നു. ഇപ്പൊ പിയൂസിനെ സംബന്ധിച്ച് പിയൂസ് ആദ്യമേ വരുമ്പോ അയാൾ അവിടെ ഒരു പൊട്ടൻ ചെറുക്കൻ, അത്രേ ഉള്ളൂ. അയാളുടെ എക്സ്പീരിയൻസ് നമുക്ക് അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷെ മണികണ്ഠന് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ആ ലാസ്റ്റ് ഡയലോഗിൽ എനിക്ക് മനസ്സിലായി അയാൾ എന്തൊക്കെ കടന്നിട്ടാണ് വന്നേക്കണം എന്നുള്ളത്. അയാൾ അവിടെ തമാശ കളിച്ചിരിക്കത്തില്ല. അയാൾ അവിടെ ആ പറയുന്ന എക്സ്പീരിയൻസ് ചിലപ്പോ ഒരു 10-75 വയസ്സായ ഒരാൾക്ക് ചിലപ്പോ സമ്പാദിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരിക്കാം. അപ്പൊ ഏജ് അല്ല, ലൈഫ് എക്സ്പീരിയൻസ് ആണ് ആ മെച്യൂരിറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ ഓരോ ക്യാരക്ടർ എടുക്കുമ്പോഴും അയാൾ എന്തൊക്കെ കടന്നാണ് വന്നേ എന്നുള്ളത് മാത്രം ഞാൻ മാപ്പ് ചെയ്യാറുള്ളൂ. ബാക്കിയൊന്നും നമ്മൾ തന്നെ സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറെ കാര്യം, ഇപ്പം ഫാലിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ടാണ് ഒരു കോമ്പിനേഷൻ ഉള്ളത്. സന്ദീപ് താരതമ്യേന ഏറ്റവും പുതുമുഖമായിട്ടുള്ള ആളാണ്. ആലപ്പുഴ ജിംഖാനയിലുണ്ട്. ഇതിൽ എക്കോയിൽ നോക്കിക്കഴിഞ്ഞാൽ വിനീത്, ഇപ്പുറത്ത് അശോകൻ, ഇവരെല്ലാം ആയിട്ടുള്ള ഇതാണ് നമ്മൾ ആദ്യത്തെ ക്യാരക്ടർ ചെയ്ത ഈ കോമ്പിനേഷൻസ് എന്ന് പറയുന്ന സിനാരിയോയിൽ ഒരു സീനിയർ ആക്ടേഴ്സുമായിട്ട് ചിലപ്പം പിന്നെ ഓൺ സ്ക്രീൻ പരിചയമായിരിക്കുമല്ലോ കൂടുതൽ. മീൻസ് സിനിമ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു പരിചയമാണല്ലോ ഉണ്ടാവുന്നത്. ശരിക്കും ആ കോമ്പിനേഷനിൽ ആ കെമിസ്ട്രി വർക്കാവുന്നു. ഇവർ തമ്മിലൊരു പരിചയമാണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ തമ്മിൽ കോൺട്രാസ്റ്റ് ആണെങ്കിലും അത് ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധത്തിലൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ. അത് 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 എങ്ങനെയാ അത് ക്രാക്ക് ചെയ്തെടുക്കുന്നത്? അതെന്റെ പണിയല്ല, അത് അവരുടെ പണിയായിരുന്നു. അതായത് ഇപ്പൊ മഞ്ജുചേച്ചിയാണെങ്കിലും ബേസിലാണെങ്കിലും എനിക്കങ്ങനെ പെട്ടെന്ന് എല്ലാവരോടും അങ്ങനെ എന്താ പറയാ, എനിക്കൊരു പേടി ഉണ്ടാവും. ഇത്രയും സീനിയർ ആക്ടേഴ്സിന് എടുത്ത് നോക്കുമ്പോൾ ഞാൻ എന്താ സംസാരിക്കുക എന്നൊക്കെ എനിക്ക് ഇൻഹിബിഷൻസ് വരാറുണ്ട്. അപ്പൊ അത് അവർക്കും ഫീൽ ചെയ്യും. അപ്പൊ അവരുണ്ടാക്കുന്ന കംഫർട്ട് സോണിലാണ് നമ്മൾ ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അത് ഇതിലുണ്ട്. എക്കൊരു പറഞ്ഞപ്പോ വിനീതേട്ടനാണെങ്കിലും നരേഞ്ചാണ്. ഇപ്പൊ വിനീതേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ക്യാരവനിലാണ് നിൽക്കുന്നത്. അപ്പോ വിനീതേട്ടന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നേക്കാളും എന്റെ എക്സ്പീരിയൻസ് പുള്ളിക്ക് അറിയണ്ടേ. അപ്പൊ പുള്ളിയുടെ അടുത്ത് നിന്നിട്ട് ആലപ്പുഴ ജിംഖാനയില് നീ അങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ ആക്ച്വലി പുള്ളിയുടെ എക്സ്പീരിയൻസ് കേൾക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ എന്റെ ഈ 4-5 പടത്തിന്റെ കാര്യം പുള്ളി കേൾക്കേണ്ട കാര്യമില്ല. അപ്പൊ ആക്ച്വലി പുള്ളി എന്നെ കംഫർട്ടബിൾ ആക്കാണ്. അതിന്റെ അപ്പുറം എന്താ പറയാ, നമ്മൾക്ക് ഒരു പൊസിഷൻ ഉണ്ടാക്കി തരുവാണ്. അവര് വലിയ ആക്ടേഴ്സ് ആണ്, നമ്മൾ പുതിയ വന്നതാണ് എന്നുള്ളത് ഫ്ലിപ്പ് ആവും. നമ്മളെ കുറിച്ച് നമ്മൾ സംസാരിക്കുവാണല്ലോ. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇടിയോട്ട്. അപ്പൊ വിനീതേട്ടന് അത്ര എക്സ്പ്രഷൻ ഇടും. ഓണം നീ അങ്ങനെ ചെയ്തോ,
ശ്ശൂ, ഇതൊക്കെ സംഭവിക്കണല്ലേ ഇതൊക്കെ പറയുമ്പോ നമുക്കും കൂടെ ഒരു സ്പേസ് ഉണ്ടാവും. സ്പേസ് ഉണ്ടാവാണ്. അപ്പൊ ആ സ്പേസ് ഉണ്ടാക്കി തരുന്നതാണ് ഇവര്. അപ്പൊ ആ ഒരു ഗുഡ് ക്വാളിറ്റി ശരിക്കും ഈ കെമിസ്ട്രി ഉണ്ടാക്കേണ്ടത് സീനിയർ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ അവരാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇതിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നാളെ ഞാൻ എന്തെങ്കിലും സീനിയർ ആവുകയാണെങ്കിൽ ഇതേപോലെ വരുന്നവരും ഞാനും ഇത് ചെയ്യണം. അപ്പൊ എനിക്കത് ഒരു ലെസൺ ആണ്. അത് ഞാൻ അങ്ങനെ പഠിച്ച് ലേണിംഗ് ലേണിംഗ് ആണ്. അത് ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പൊ കെമിസ്ട്രി ഓഫ് സ്ക്രീൻ ഉണ്ടാക്കേണ്ടത്. അത് സ്ക്രീനിൽ പ്രോപ്പറായിട്ട് റിസൾട്ട് ആവും എന്നുള്ളൊരു ഒരു ലേണിംഗ് കർവ് ആണ് ശരിക്കും ഇവരുടെ ഒരു പെരുമാറ്റം. അതെനിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാ ഈ എൽഡർലി ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിനും ഉണ്ട് കേട്ടോ ഈ ഒരു കാര്യം. നാച്ചുറലി അവർക്ക് അതുണ്ട്. ഇപ്പൊ ബഞ്ചി ചേച്ചിക്ക്, ജഗദീഷ് ഏട്ടന്, ബേസിലേട്ടന്, സുരാജ് ഏട്ടന്, എല്ലാവരും ഞാൻ പേര് എല്ലാവരും. അപ്പോ അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയാണ് ശരിക്കും കെമിസ്ട്രി ആയിട്ട് വർക്കൗട്ട് ആവുന്നത് ശരിക്കും. ഈ സ്വപ്നം കണ്ട ഒരു ഇൻഡസ്ട്രിയിൽ സ്വപ്നങ്ങൾക്കൊപ്പം യാത്ര ചെയ്തെന്ന് പറയുമ്പോൾ ഒരുപാട് സിനിമകൾ ഉണ്ടല്ലോ. ഇപ്പം എല്ലാവരും അവരുടെ ഏർലിയർ ടൈമിൽ, ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിച്ചിട്ടുള്ള പല ആക്ടേഴ്സും അവർക്ക് ഇതുപോലത്തെ സിനിമ ചെയ്യണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സന്ദീപ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്പിൾ ജോൺട്ര സിനിമകൾ ചെയ്യണമെന്ന്. എന്നാൽ പോലും മലയാളത്തിൽ ഇങ്ങനെ സംഭവിച്ച സിനിമകൾ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലും അങ്ങനെ കൊതിപ്പിച്ച സിനിമകൾ കൂടി ഉണ്ടാവുമല്ലോ. അത്തരം സിനിമകൾ, അങ്ങനെ ക്യാരക്ടർ ഈ ചെറിയ സമയത്തുള്ള ഭയങ്കര കോൺട്രാസ്റ്റ് ഉള്ള എന്നാൽ ഭയങ്കര രസമുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഇപ്പൊ ഇതിൽ തന്നെ ഇത്രയും മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി, അങ്ങനെ കൂടി ആഗ്രഹിക്കാറുണ്ടോ? ഇതുപോലൊരു സാധനം എനിക്കും പിടിച്ചാ കിട്ടണം. അല്ല, അങ്ങനെ എനിക്ക് എത്രത്തോളം അതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ എനിക്കത് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചുമ്മാ ആഗ്രഹിക്കും ഈ സിനിമ കൊള്ളാലോ, ഈ ക്യാരക്ടർ കൊള്ളാലോ എന്ന് ചിന്തിക്കുന്നു. ഇപ്പൊ തന്മാത്ര എനിക്ക് തോന്നുന്നു ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആള് തൊട്ട് ആഗ്രഹിക്കുന്ന ഒരു സിനിമയായിരിക്കാം ചിലപ്പോ തന്മാത്ര. അതെങ്ങനെയായിരിക്കും അത്, ആ ആർക്ക് എങ്ങനെയായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. അതില് എന്തൊരു ഡയലോഗ് ഉണ്ട്, ലാലേട്ടൻ ഇങ്ങനെ പെട്ടെന്നൊരു ഷിഫ്റ്റ് ആവും, പുള്ളി വന്നില്ലല്ലോ എന്തൊരു സാധനം ഉണ്ട്. അപ്പൊ അതൊക്കെ ആ ആർക്കൊക്കെ എങ്ങനെയായിരിക്കും കൊണ്ടുവരിക. ഇതൊക്കെ ഒരു ആക്ടറെ സംബന്ധിച്ച് കൗതുകം ഉണ്ടാക്കുന്ന സിനിമയാണ് ഈ തന്മാത്ര. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളു. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു വലിയ ആക്ടർ ആവാൻ, എനിക്ക് അഭിനയിക്കാനൊക്കെ അറിയാമെന്ന് നാട്ടുകാർ പറയുകയും എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്ന മൊമെന്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് സ്ക്രീൻ പ്ലേ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും അത്. പിന്നെ ഡെഫിനറ്റ്ലി ഏറിപ്പോന്ന് അറിയത്തില്ല, റോക്കി ബൈനൊക്കെ കണ്ടപ്പോ എന്തായാലും വിജയുടെ സിനിമ അഭിനയത്തിനും അവന്റെ ഒരു താരം ഇതായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയ സ്ഥിതിക്ക് ആഗ്രഹിക്കാലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ക്രാഫ്റ്റ് ഉള്ള സിനിമകളും എനിക്ക് ലാർജർ ദാൻ ലൈഫ്, ഇതാണ് എന്റെ ഒരു കപ്പ് ഓഫ് ടീ. അപ്പൊ എനിക്ക് KGF 2 ഒക്കെ കണ്ടപ്പോ ഞാൻ എന്തെങ്കിലും പടം അങ്ങനെയൊക്കെ തോന്നുന്നത്. അല്ല, ഒരാള് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി കൈ കൊടുക്കുമ്പോ അയാൾ തിരിച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ വെച്ചിട്ട് ഇറങ്ങി പോകുന്ന ബിലീവബിലിറ്റി, ആ ബിലീവബിലിറ്റി കൊണ്ടുവരണമെങ്കിൽ ആ ആക്ടറിന്റെ കരിസ്മ, ഓറ, ആ ആക്ടർ കൊടുക്കുന്ന ബോഡി ലാംഗ്വേജ്, ചുറ്റുണ്ടാക്കുന്ന മേക്കേഴ്സിന്റെ ആ ഒരു വൈബ്, ഒരുപാട് കാര്യങ്ങൾ ഒത്തു വരുമ്പോഴേ ആ സീൻ വർക്കൗട്ട്. അല്ലാതെ ശരിക്കും അത് ഭയങ്കര ബ്രില്യന്റ് അല്ലേ ആലോചിക്കുമ്പോ. ഒന്നുമില്ല, മാസമായിട്ട് എഴുതിയ ഒരു സീൻ കൈ കൊണ്ട് എടുക്കുന്നു പോകുന്നു. പക്ഷെ അത് വർക്കൗട്ട് ആക്കി എടുക്കേണ്ട പാട് നമുക്ക് മനസ്സിലാവും. കാര്യം അത് വർക്കൗട്ട് ആക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ടർ വരണം, ആ ഒരു ഫാൻഷിപ്പ് അവർക്ക് ഉണ്ടാവണം, ആ ഒരു ഓറ അയാൾക്ക് ഉണ്ടാവണം, ആ ഒരു സ്റ്റൈൽ അയാൾക്ക് ഉണ്ടാവണം. ഇതെല്ലാം കൊണ്ടുവരുമ്പോഴാണല്ലോ ആ സീൻ വർക്കാവുക. അങ്ങനെയൊക്കെ വർക്കൗട്ട് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്ടറായി മാറാൻ എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ ഞാൻ KGF ഒക്കെ കണ്ടപ്പോ അങ്ങനെയൊക്കെ തോന്നി, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള യങ് ആക്ടേഴ്സ് ഒക്കെ മറ്റ് ലാംഗ്വേജ് കൂടി എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയല്ലോ. എനിക്ക് ഉറപ്പായിട്ടും അറിയാം, എനിക്കറിയാം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡിങ് ഡയറക്ടറുടെ പ്രൊഡക്ഷൻ ഹൗസ് എന്നുള്ളൊരു സാധനം ഞാൻ എന്നെ വിളിച്ച സമയത്ത് സന്ദീപിലേക്ക് അത് തന്നിട്ടുണ്ടോ എനിക്കറിയാം. ഞാൻ അങ്ങനെ എന്തായാലും ഇപ്പൊ ഈ പടം കൂടി കഴിയുമ്പോൾ ഒരുപാട് ഓഫേഴ്സ് അങ്ങനെ വരുമല്ലോ. എന്താണ് ഒരു ഈ പറയുന്ന മറ്റ് ലാംഗ്വേജ് കൂടി ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയും സംഗതി വരുമ്പോൾ ഒരു ഇല്ല, ഇപ്പം നമ്മളൊരു സ്ഥലത്ത് എത്തി, ആ സ്ഥലത്ത് ഒന്ന് ഉറച്ചു നിന്നിട്ടായിരിക്കണമല്ലോ നമ്മള് ചാഞ്ചാടി നടക്കാന്ന് പറയണം. അപ്പൊ അത് അങ്ങനെ ഒരു പ്രോസസ് എന്റെ മൈൻഡിൽ പോണേ. അല്ലാതെ ഞാൻ എന്താ പറയുന്ന അവിടെ പോവാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ ഇതുള്ളൂ. ഞാൻ അതിനുള്ള വളർന്നു എന്ന് എനിക്ക് തോന്നണമല്ലോ, അതെനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്റെ സ്ട്രെങ്ത് ഇപ്പൊ ഞാൻ ഇവിടെയാണ്. കാര്യം എന്റെ ലാംഗ്വേജ് എല്ലാം എന്റെ സ്ട്രെങ്ത് ഇവിടെയാണ്. എനിക്ക് തമിഴ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. കാര്യം എക്കോന്റെ ഡബിങ്ങിന് പോയിട്ട് ഞാൻ അരമണിക്കൂറിൽ ഇറങ്ങി പോന്നു. എക്കോന്റെ തമിഴ് ഡബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഡബ് ചെയ്യാലോ,
തമിഴല്ലേ, ഞാൻ പോവാന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഞാൻ ഡബിങ് ഷൂട്ട് ചെയ്തത് ഡബ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അതിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, മാത്തിച്ചേട്ടത്തി നമ്മളെക്കാൾ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നു. അപ്പൊ ഞാൻ തമിഴിലാണല്ലോ അത് പറയണ്ടേ. അപ്പൊ ഞാനത് താങ്കളെക്കാൾ സൂപ്പറാ തമിഴ് പേസു എന്ന് പറയുമ്പോ തന്നെ നരേഞ്ചേട്ടൻ പറയും, നീ ആദ്യം മുതലേ തമിഴ് പേസ. അപ്പൊ തന്നെ ഇവൻ വ്യൂസ് അല്ലെന്ന് മനസ്സിലായി. എന്റെ തമിഴ് കേൾക്കുമ്പോ തന്നെ ആ നാട്ടിലുള്ള അവനൊന്നും അല്ല, മറ്റേ കൊച്ചിന്ന് എടപ്പള്ളിന്ന് വന്ന വ്യൂസ് ആണ് ഇവിടെ ഇരിക്കണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ തന്നെ സ്പോയിലറായി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയല്ല. നമ്മൾ എന്തിനാണ് ഇപ്പൊ ഓൾറെഡി നല്ല പ്രോഫിറ്റിൽ പോണേ, ഞാൻ ഡബിങ് സ്റ്റൂട്ടിൽ കളയണ്ട, ഞാനങ്ങ് ഇറങ്ങിയേക്കാം. ഞാൻ അപ്പൊ തന്നെ ഇറങ്ങി. അപ്പൊ എനിക്ക് ഇനിയും അതർ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വളരാനുണ്ട്. കാര്യം ഒന്ന്, ആ ഓഡിയൻസ്, നമ്മളൊരു ആക്ടറായിട്ട് പോകുമ്പോൾ ആ ഓഡിയൻസ് മലയാളി ആക്ടർ അതിനകത്ത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതാണെങ്കിൽ ഓക്കെ, അത് ഓക്കെ. ആ തമിഴ് സിനിമയിൽ ആ തമിഴ് ആ ടെറൈനെ, അവിടുത്തെ കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കണം. ആ ഒരു കൾച്ചർ എന്താണ്, ആ അവിടുത്തെ ആൾക്കാർ പെരുമാറുന്നത് എങ്ങനെയാണ്, ആ ആൾക്കാർ സംസാരിക്കുന്ന നുവാൻസ് എന്താണ്, സ്ലാങ് എന്താണ്, ഇത്രയും പഠിക്കാതെ നമ്മൾ അവിടുത്തെ ഒരു നാട്ടുകാരായിട്ട് അഭിനയിക്കാൻ പോവാൻ എനിക്ക് ആ കോൺഫിഡൻസ് ഇപ്പൊ വന്നിട്ടില്ല. അങ്ങനെ വന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് കേട്ടോ, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഭയങ്കര ബ്രില്യൻ ടാലന്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോ ഇപ്പൊ രജീഷ ബൈസണിൽ അഭിനയിച്ചു. രജീഷയോട് പറഞ്ഞു, ഇങ്ങനെ തമിഴൊക്കെ ഇത്രയും സൂപ്പറായിട്ട് അവിടെ രജീഷ അതിലൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് അത് ചിലപ്പോ ഇപ്പൊ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, പറ്റൂല. അത് അങ്ങനെ പറ്റുന്ന ആക്ടേഴ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് ആ കോൺഫിഡൻസ് വന്നിട്ടില്ല. അതാണ് അതിന്റെ ഒരു മേജർ റീസൺ. പിന്നെ സെക്കൻഡ്, എനിക്കിവിടെ ഒരു ഇതാണ്, എനിക്ക് സ്നേഹം, എനിക്കിവിടെ ഒന്ന് സെറ്റ് ആയിട്ട് വേണം എന്തും ചെയ്യാന്നുള്ളൊരു, വളർത്തിയെടുത്തിട്ട് പോരെ എന്നുള്ള ഒരു ചിന്തയും കൂടെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു റീസൺ. അല്ലാതെ നമ്മൾ പോകുമ്പോ നമുക്ക് ഒരുപാട് എക്സ്പോഷർ ഉണ്ട്, എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, അവിടുത്തെ ടെറൈനിൽ അഭിനയിക്കാം, ഇതെല്ലാം സത്യമാണ്. പക്ഷെ അത് നമ്മൾ ആഗ്രഹം മാത്രം പോരാ, നമുക്ക് അതിനുള്ള ഒരു കറക്റ്റ് പരിപാടിയിലേക്ക് എത്തുമ്പോൾ പ്ലേസ് ആയില്ലെങ്കിൽ എല്ലാം അലമ്പാവും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെയൊന്നും ചിന്തിക്കാത്തത്. ഞാനിപ്പം സന്ദീപായിട്ട് കണക്ട് ചെയ്തവരും സന്ദീപുമായിട്ട് ചേർന്നൊരു പ്രത്യേകത കണ്ടത്, ചില ആളുകൾ ഒരു സിനിമ കഴിഞ്ഞു പോകുന്ന സമയത്ത് ആ സിനിമ തീർന്നു, അടുത്ത സിനിമയിലേക്ക് യാത്ര ചെയ്യുന്നു. പക്ഷെ ഒരു സിനിമയ്ക്കൊപ്പം സന്ദീപിന് അവരുമായിട്ടുള്ള ഒരു അടുപ്പം, സൗഹൃദം, അതിനൊരു തുടർച്ച ഉണ്ടാവുന്നുണ്ട്. ബാഹുൽ ഇതേ സീറ്റിലിരുന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സിനിമ കഴിഞ്ഞു, ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാതെ നിങ്ങൾ തിയേറ്റർ വിസിറ്റിനിടയിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു ഇമോഷണൽ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. അത് എന്താണ് അവന്റെ കണ്ണിലുണ്ടായിരുന്നത്, ഇതേ ഇന്റർവ്യൂവിൽ ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒരു അടുപ്പങ്ങളുടെ ഒരു തുടർച്ച, കുറച്ചുകൂടി അതുകൂടി ഉള്ളിലേക്ക് എടുക്കുന്നുള്ളൊരു സിനാരിയോ ഇല്ലേ ഒരു ആദ്യ പടം മുതൽ? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമില്ലേ, അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അത് അലൈൻമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ മനസ്സിലാകുവാണല്ലോ. ഇപ്പൊ മനീഷേട്ടൻ ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണ് ഞാനും പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ നാച്ചുറലി ഞാൻ ഉദ്ദേശിച്ചാണല്ലോ എന്നുള്ളൊരു സാധനം വരുമ്പോൾ നമുക്ക് നാച്ചുറലി സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും വരും, ഒരു അടുപ്പം ഫീൽ ചെയ്യും, നമ്മള് ഒരു സുഹൃത്ത് ബന്ധം വരും, ഒരു ബ്രദർലി ബോണ്ട് വരും. അതല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കണം. ഇപ്പൊ ക്യാരക്ടർ ഇതാണ്, ഓക്കെ ചെയ്യാം, ചെയ്തു, പരിപാടി കഴിഞ്ഞു വീട്ടിൽ പോകുന്നു എന്നുള്ളതാണെങ്കിൽ വേറെ ടോക്കുകളൊന്നും ഇല്ല, പരിപാടി കഴിഞ്ഞ് പോകുന്നു എന്നുള്ള സിനിമകളിൽ ഭാഗമാകുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എത്രത്തോളം ബന്ധം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പൊ എത്രത്തോളം ബന്ധം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ ഫ്രം ദി സ്ക്രീൻ പ്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഷെയർ ചെയ്യാണ്, ഒരുമിച്ച് സ്ട്രഗിൾ ഫേസ് ചെയ്യാണ്, നമ്മളെ എല്ലാ രീതിയിലും നമ്മൾ തന്നെ എന്താ പറയാ, ഇതിന്റെ സക്സസ് എങ്ങനെയായിരിക്കും എന്നുള്ള എല്ലാ ഒരു സ്വപ്നം പോലെയാണ്, ഒന്നിച്ചുള്ള സ്വപ്നം. ആ ജേർണിയുടെ സ്റ്റാർട്ടിങ് ആണ് നമ്മൾ ഓരോ സിനിമ തുടങ്ങുമ്പോഴും കിട്ടുന്നത്. അപ്പൊ ആ ജേർണിയിൽ നമ്മൾ എന്റെ കംപ്ലീറ്റ് ക്യാരക്ടർ അവർക്ക് മനസ്സിലാവും, അവരുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണല്ലോ. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ സഹിക്കും, പല കാര്യങ്ങളും നമ്മൾ പേഷ്യന്റ് ആയിട്ടിരിക്കും, പല കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ഇതെല്ലാം നാച്ചുറലി സംഭവിക്കും. അതായത് ക്യാരക്ടറിനെ കുറിച്ചോ സിനിമയെ കുറിച്ചോ മാത്രം സംസാരിക്കാതെ പല കാര്യങ്ങളും നമ്മൾ ഇതിന്റെ ഇടയിൽ സംസാരിക്കുമല്ലോ, അതിലുണ്ടാവുന്ന ബന്ധമാണ് ശരിക്കും എലിവേറ്റഡ് ആയി പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ഓക്കെ ഈ കമ്പനി ഇവിടെ പോകുന്നു, ഇവിടെ ഒരു കമ്പനി അടിച്ചു വെക്കാം എന്ന് വന്നാലും അത് പ്ലാസ്റ്റിക് ആയി പോകും. പ്ലാൻഡ് ആവാൻ പറ്റൂലല്ലോ. കാര്യം ഞാൻ പ്ലാൻ ചെയ്ത് പോയാൽ അയാൾക്ക് പ്ലാനിങ് വേണ്ടേ എന്റെ കൂടെ കമ്പനി അടിക്കണമെന്ന്. അപ്പൊ അത് നാച്ചുറലി സംഭവിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എന്തോ ഭാഗ്യവശാൽ ഞാൻ വർക്ക് ചെയ്ത എല്ലാവരും എന്റെ ഭയങ്കര ഫ്രണ്ട്സായി. എല്ലാവരും പടക്കളത്തിലെ ടീമൊക്കെ ഇപ്പോഴും ഭയങ്കര കമ്പനി, മനുവൊക്കെ ആയിട്ട് അത്ര പിരിച്ചുവിടാൻ പറ്റാത്ത ഗ്രൂപ്പാണ് എല്ലാം. ആലപ്പുഴ ജിംഖാന, ഫാലിമി, എക്കോ, എല്ലാവരും ആയിട്ട്. ബാഹുലേട്ടൻ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം എന്റെ ചെയ്യാൻ പോകുന്ന സിനിമകളിൽ
ഒരു സിനിമയിൽ ഞാൻ ബാബുലേട്ട ഇങ്ങനൊരു നമുക്ക് DOP എങ്ങനെയാണ് ഒന്ന് ചെയ്തു തന്നെ എന്നൊക്കെ എനിക്ക് പറയാം. അപ്പൊ പുള്ളി ഇൻട്രസ്റ്റഡ് ആണ്, അങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാടാ, ആ സമയത്ത് എന്താ നോക്കിയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ കഥ കേൾക്കാം എന്നുള്ള ആ ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ട്. ആ ഒരു അത് നാച്ചുറലി സംഭവിക്കുന്നത്, ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല, സംഭവിക്കുന്നത്. അപ്പൊ എന്തായാലും അടിപൊളി. കൂടുതൽ ഗംഭീര പടങ്ങളായിട്ട് നമുക്ക് ഇനിയും ഇരിക്കാൻ തീർച്ചയായിട്ടും. താങ്ക് യു.